ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ ഈ ഒരാഴ്ച സന്ധ്യകളിൽ ഒത്തുചേരുമ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് വിവേകാനന്ദ സ്വാമികളും യുവസമൂഹവും എന്നാണ് വിഷയം വെച്ച് കാണുന്നത്. നമ്മെ സംബന്ധിച്ച് ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്കെല്ലാം അറിയാം, നമ്മുടെ യുവജന സമ്പത്താണ്. ലോകത്തിൽ സാങ്കേതികമായും സാമ്പത്തികമായും ഒക്കെ വികസിച്ച, അല്ലെങ്കിൽ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ ജനസംഖ്യ അനുപാതം നമ്മൾ ശ്രദ്ധിച്ചാൽ വൃദ്ധ സമൂഹത്തിൻ്റെ ആധിക്യമാണ് കാണുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ജനതയും യുവത്വത്തിലുള്ളവരാണ്. ഇതൊരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ശരിയായ ദിശയിൽ നീങ്ങിയാൽ, ശരിയായി വിനിയോഗിക്കപ്പെട്ടാൽ, അതിലുപരി അവരുടേതായ നിർമ്മാണം രാഷ്ട്രനിർമ്മാണവുമായി സമന്വയിച്ച, ഇപ്പം പറഞ്ഞ ഘടകം, അതായത് അവരുടേതായ നിർമ്മാണം രാഷ്ട്രനിർമ്മാണവുമായി സമന്വയിച്ചാൽ എന്ന് പറഞ്ഞത് സാധിതമാകണമെങ്കിൽ കുറേ അറിവുകൾ മസ്തിഷ്കത്തിൽ കുത്തി നിറച്ചത് കൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും അറിവുകൾ വേണം. കുറേ കായിക ബലം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. തീർച്ചയായിട്ടും കായിക ബലം വേണം. എന്നാൽ അതിനൊക്കെ ഉപരിയായി യുവത്വത്തെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരാദർശം, ഒരു മാതൃക സമൂഹത്തിൻ്റെ മുമ്പിലുണ്ടാവണം. നിർബന്ധമാണ്. ആദർശത്തെ പൂർണ്ണമായി അതുപോലെ പിന്തുടരാൻ സാധിക്കുമെന്നോ സാധിക്കണമെന്നോ ഇല്ല. മറിച്ച് യുവസമൂഹത്തിൻ്റെ മുമ്പിൽ വലിയൊരാദർശ ബിംബത്തെ സ്ഥാപിക്കാൻ ഒരു രാഷ്ട്രത്തിന് കഴിയണം, ഒരു സമൂഹത്തിന് കഴിയണം. ഈ ദിശയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ആദർശ ബിംബമായിട്ടാണ് നിസ്സംശയം നമുക്ക് പറയാം വിവേകാനന്ദ സ്വാമികളെ കാണുന്നത്. അത് തിരിച്ചറിഞ്ഞതിൻ്റെ പരിണാമമാണ് ദേശീയ യുവജന ദിനമായി നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ടുള്ള ജന്മദിനം നിശ്ചയിച്ചത്. ദേശീയ യുവജനമായി നമ്മൾ ജാനുവരി
12 സമാചരിച്ച് വരികയാണ്. അതിന് കാരണം യുവസമൂഹത്തെ ഇത്രക്കേറെ സ്വാധീനിക്കേണ്ടുന്ന അല്ലെങ്കിൽ സ്വാധീനിച്ച, അതിലുപരി യുവസമൂഹത്തിൻ്റെ നിർമ്മാണാത്മകമായ ഗതിക്ക് ഇത്ര വലിയ സന്ദേശം നൽകിയ, ആ സന്ദേശത്തെ രാഷ്ട്രനിർമ്മാണവുമായി ഘടിപ്പിച്ച മറ്റൊരു മഹാബിംബം ഏറെയില്ല. ഇത് പറയുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളും നമ്മൾ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ഉപദേശങ്ങൾ, ജീവിതം, ഇതിലേക്കൊക്കെ എത്തി നോക്കുമ്പോൾ എപ്പോഴും എന്താ പറയേണ്ടത്, ഉയർച്ചയിലേക്ക് സമാജത്തെ നയിക്കുന്ന, യുവത്വത്തിൻ്റെ ശക്തിയെ വ്യക്തിപരമായ ഉയർച്ചയോടൊപ്പം സാമാജികമായ രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി തിരിച്ചുവിടുന്ന, ഒരു ഭാഗത്ത് കൃതാർത്ഥതയുടെ പരമമായ ഉപദേശങ്ങൾ നൽകുകയും മറ്റൊരു ഭാഗത്ത് വ്യാവഹാരികമായി എന്തെല്ലാം യുവത്വത്തിൽ വേണോ അത് മുഴുവൻ നൽകുകയും ചെയ്യുന്നൊരു ശൈലി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സ്വാമിജി എന്നും സംവദിച്ചിട്ടുള്ളത് യുവ മനസ്സുകളോടാണ്. ആ സന്ദേശം അനിഷേധ്യമായി യുവ മനസ്സിൽ പ്രവേശിക്കുകയും ചെയ്യും. എന്നും എവിടെയും. ചിലരെങ്കിലും ചോദിച്ചേക്കാം, അത് വേണ്ടത്ര ഇന്ന് പ്രസരിക്കുന്നുണ്ടോ? 100% നമ്മുടെ യുവ മനസ്സുകളെ സ്വാധീനിച്ചുകൊണ്ട് സ്വാമിജി ഇന്ന് വർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് യുവ മനസ്സുകളെ പരിചയപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് വന്നു ചേരുന്നത്. സ്വാമിജിയെ പരിചയപ്പെടുത്തേണ്ടുന്ന, ഒറ്റ പ്രാവശ്യം പരിചയപ്പെടുത്തിയാൽ മതി, 2 പ്രാവശ്യം പരിചയപ്പെടുത്തേണ്ടതില്ല. ഒറ്റ പ്രാവശ്യം പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സന്ദേഹവും ഇല്ല, യുവത്വം നിലനിൽക്കുന്ന മനസ്സുകളിലേക്ക് അനിഷേധ്യമാകും വിധം സ്വാമിജി പ്രവേശിക്കും. ഇത് ആര് പരിചയപ്പെടുത്തണം? ലോകത്തിൽ ഒരാളെ ആരാ പരിചയപ്പെടുത്തുക? പരിചയപ്പെട്ട ആളാ പരിചയപ്പെടുത്തുക. പരിചയപ്പെടാത്ത ആൾക്ക് പരിചയപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും സ്വാമിജിയെ പരിചയപ്പെട്ട് ആ സന്ദേശത്തിൻ്റെ ഗരിമയും മഹിമയും കാലിക പ്രാധാന്യവും ഉൾക്കൊണ്ട് സമൂഹത്തിന്, വിശിഷ്യ യുവ സമൂഹത്തിന് സ്വാമിജിയെ പരിചയപ്പെടുത്തുക. ഇതാണ് ഇവിടെ പറയാനുള്ളത്. ആദ്യം നമ്മൾ പരിചയപ്പെടണം. എങ്ങനെ പരിചയപ്പെടണം? അവിടുത്തെ കൃതികളിലൂടെ. അതാണ് മുഖ്യമായിട്ട്. 1893 സെപ്റ്റംബർ 11 ആരംഭിച്ച് 1902 ജൂലൈ 4 വരെയുള്ള 9 വർഷവും ഏതാനും ദിവസങ്ങളും ആ കാലഘട്ടത്തിൽ സ്വാമിജി എഴുതിയത്, പ്രസംഗിച്ചത്, ഇതാണ് സമാഹരിക്കപ്പെട്ട് നമുക്ക് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന പേരിൽ 9 വോളിയങ്ങളായിട്ട് ലഭിക്കുന്നത്. ഇത് എല്ലാ ഭാഷകളിലേക്കും അനുവാദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 9 വോളിയങ്ങൾ നമ്മൾ ആദ്യം സ്വയം പാരായണം ചെയ്യുമ്പോൾ എന്താണ് സ്വാമിജിയുടെ സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റു പലരും സ്വാമിജിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടിട്ടല്ല. ചിദാനന്ദപുരി സ്വാമി ഇവിടെ വന്ന് വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അത് വിവേകാനന്ദ സ്വാമി ആയിരിക്കില്ല അതിലൂടെ അവതരിപ്പിക്കപ്പെടുക. ചിദാനന്ദപുരി സ്വാമിയുടെ മനസ്സിൽ എന്തെല്ലാം സ്വാധീനിച്ചോ, ഏത് ബിംബം പ്രകാശിതമായോ അതായിരിക്കും പറയുക. അതുപോരാ, നമ്മൾ ഓരോരുത്തരും പരിചയപ്പെടണം. അങ്ങനെ ആ മഹത്വബോധം നമ്മളിലേക്ക് ആവാഹിച്ച്
അനന്തരം നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് യുവസമൂഹത്തിന് നൽകാൻ കഴിയൂ. ഇത് അനിവാര്യമാണ്. നമ്മുടെ യുവസമൂഹത്തെ ഒട്ടനവധി നമ്മൾ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട്. എവിടെ ചെന്നാലും മക്കളെപ്പറ്റി അല്ലെങ്കിൽ ഇന്നത്തെ യുവസമൂഹത്തെപ്പറ്റി കുറ്റപ്പെടുത്തുന്നവരെയാണ് ഏറെ നമുക്ക് കാണാൻ പറ്റുന്നത്. പല സ്ഥലങ്ങളിലും ഇന്ന് മൂല്യബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങളാണ് കേൾക്കുക. ഇന്ന് ആർക്കും മൂല്യബോധമില്ല എന്നൊക്കെ. അപ്പോൾ ഒരിക്കൽ ഞാനൊരാളെ ചൂണ്ടി പറഞ്ഞു, അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിനി പ്രസംഗിക്കരുത്. എന്താ? അല്ല, ആർക്കും മൂല്യബോധമില്ല വെച്ചാൽ നിങ്ങൾക്കും ഇല്ലല്ലോ. ഈ നെഗറ്റീവായത് പറഞ്ഞ് എന്ത് ഗുണം നമുക്ക് കിട്ടാൻ പോണത്? ഒരു വിഷയത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചില്ല, നമ്മളെക്കാളൊക്കെ എത്രയോ മെച്ചാണ് പുതിയ തലമുറ. നമ്മളെക്കാൾ എത്രയോ മികച്ചവരാ. മൂല്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവർക്ക് വേണ്ടത് കിട്ടുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം ബിംബങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടോ? പരിചയപ്പെട്ടാൽ ഒരു സംശയമില്ല, അവർക്ക് മുമ്പിൽ ചില മാതൃകകൾ ഉണ്ടാവും. ആ മാതൃകകളുടെ അഭാവത്തിൽ പലയിടത്തേക്ക് നയിക്കാൻ കഴിയും. പലയിടത്തേക്ക് എങ്ങോട്ടൊക്കെയാണ് നയിക്കുന്നത്? വെറും മയക്കുമരുന്നുകൾക്ക് മാത്രം അടിമയായി ഒളിവ് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ് അക്രമത്തിൻ്റെ മാത്രം പ്രവർത്തനം ചെയ്ത വ്യക്തികളുടെയൊക്കെ വലിയ ബിംബങ്ങൾ നമ്മുടെ യുവ മനസ്സുകളിൽ സ്ഥാപിക്കാൻ പലർക്കും കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പലർക്കും കഴിഞ്ഞു. അതെ, യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കുക. അത് ചുമരെഴുത്തുകളിലേക്ക് നോക്കാം, ചുറ്റുപാട് കാണുന്ന ഏറ്റവും അധികം കാണുന്ന പോസ്റ്ററുകളിലേക്ക് നോക്കാം, യുവജന സംഘടനകളുടെ ബാനറുകളിലേക്കും പോസ്റ്ററുകളിലേക്കും നോക്കാം. നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും മയക്കുമരുന്നുകൾക്കടിമയായി ഒളിത്താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് അക്രമം അഴിച്ചുവിട്ട വ്യക്തികൾ വലിയ ഉദാത്ത ബിംബങ്ങളായി നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറക്കുമതി ചെയ്ത് അവതരിപ്പിക്കപ്പെടുന്നു. എന്താ നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്നത്? ചിന്തിക്കുക. അവിടെയാണ് നമ്മുടെ അപരാധം നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ അപരാധം. ഏറ്റവും വലിയ യുവബിംബങ്ങൾ നമുക്കുണ്ട്. നമ്മളെ മുമ്പിൽ ശങ്കരാചാര്യസ്വാമികൾ എത്ര വലിയൊരു ബിംബമാണ് യുവസമൂഹത്തിന് മുമ്പിൽ വയ്ക്കാൻ പറ്റുന്ന. 32 വയസ്സ് വരെ മാത്രം സ്ഥൂല ശരീരത്തിൽ ജീവിച്ച. അപ്പോൾ അവിടുന്ന് പറഞ്ഞ ഓരോ വാക്കും യുവാവിൻ്റെ വാക്കാ. ആലോചിച്ച് നോക്കൂ, ഓരോ വാക്കും. ഒരുപക്ഷെ ബാലൻ്റെതാണെന്ന് പോലും പറഞ്ഞാൽ തെറ്റില്ല. കാരണം 8-ാം വയസ്സിൽ ആരംഭിച്ച ഭാഷ്യരചന 16-ാം വയസ്സിൽ പൂർത്തിയാക്കിയെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. 16 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്ര സാഹിത്യവും മറ്റ് കൃതികളുമാണ് ഏറെ വിരചിച്ചത്. എങ്കിലും ശങ്കര കൃതികൾ എന്ന് മൊത്തം പറയുമ്പോൾ അത് കേവലം ഭാഷ്യങ്ങളല്ല. അത് വിരചിച്ച് പൂർത്തിയാക്കിയത് 32 വയസ്സാവുമ്പോഴത്തേക്കാണ്. അപ്പോൾ ആ സംസാരിച്ചത് മുഴുവൻ ആരാ? യുവാവാ. വേണ്ടത്ര നമുക്ക് യുവസമൂഹത്തിൻ്റെ മുമ്പിൽ ആ മഹാബിംബത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി വിവേകാനന്ദ സ്വാമികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ. 39 വയസ്സ് വരെ മാത്രം ജീവിച്ച ആ മഹാപുരുഷൻ 39 വയസ്സും ഏതാനും ദിവസങ്ങളും, ഏതാനും 2.5 മാസം 3 മാസം അങ്ങനെ കൂട്ടി നോക്കൂ. അതായത് 1863 ജാനുവരി 12-ാം തീയതി മുതൽ ജൂലൈ 1902 ജൂലൈ 4 വരെ. അപ്പം 39 വയസ്സും ഏതാനും മാസങ്ങളും മാത്രം ജീവിച്ച, സ്ഥൂല ശരീരത്തിൽ ജീവിച്ച മഹാപുരുഷൻ. അപ്പോൾ അവിടുന്ന് പറഞ്ഞ സന്ദേശങ്ങൾ മുഴുവൻ യുവത്വത്തിൻ്റെ ആ മൂർധന്യത്തിലുള്ള ഉപദേശങ്ങളാണ്. ഇത് രണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുക വൃദ്ധാ ശിഷ്യ ഗുരുർ യുവ എന്നുള്ള പരാമർശത്തെയാണ്. ഇതാണ് നമ്മുടെ അനാദി കാലമായുള്ള ഗുരു സങ്കല്പം തന്നെ. ഇങ്ങനെയാണ്
ശിഷ്യന്മാരൊക്കെ വൃദ്ധന്മാരാണ്, പക്ഷേ ഗുരുനാഥൻ യുവാവാണ്, യുവാവായിട്ടുള്ള ഗുരുനാഥൻ. ശിഷ്യന്മാരോ വർഷിഷ്ടാന്തേ വസദൃഷിഗണൈ ആവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിത ജിന്മുദ്രമാനന്ദമൂർത്തി. അതാണ് ഭാരതത്തിൻ്റെ അനാദികാലമായുള്ള ഗുരുസങ്കല്പം. ഈ ഗുരുക്കന്മാരൊക്കെ യുവാക്കന്മാരാ. ദക്ഷിണാമൂർത്തി യുവത്വം തുടിക്കുന്ന ആളാ. ഭഗവാൻ ദക്ഷിണാമൂർത്തി ശിവനല്ലേ, ശിവനായിക്കോട്ടെ, ഗുരുനാഥനായിട്ട് ഉപദേശിക്കുമ്പോൾ ഏത് ഭാവം എന്നാണ് നോക്കണ്ടേ. അതിന് പകരം നമ്മൾ ഗുരു എന്നങ്ങ് പറയുമ്പോഴത്തേക്ക് തന്നെ ചില ചിത്രങ്ങളൊക്കെ അങ്ങ് വയ്ക്കും. നീണ്ട വെള്ളത്താടി വേണം, പിന്നെന്താ പറഞ്ഞത്, ഇനി മെലിയാൻ പറ്റാത്തത്ര മെലിയണം, എന്നിട്ടൊരു വടീൻ്റെ മുകളിലൊരു കൈയൊക്കെ വെക്കണം. ഈ ഗുരുസങ്കല്പം നമ്മൾ ചെറുപ്പക്കാരെ മനസ്സിലങ്ങ് ഇട്ട് കഴിഞ്ഞു. അവരകലും, അവരതിൻ്റെ പിന്നാലെ പോവില്ല. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക. എടോ, ഇതാണോ ഭാരതീയമായ ഗുരു സങ്കല്പം എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നത്. ഇങ്ങനെയുള്ള ചിത്രങ്ങളും ബിംബങ്ങളും ആണെങ്കിൽ ഓരോറ്റ യുവതിയും യുവാവും ആ വഴിക്ക് വരില്ല. അവിടെയാണ് നമ്മുടെ ദക്ഷിണാമൂർത്തിയുടെ ചിത്രം, ശങ്കരാചാര്യസ്വാമികളുടെ ചിത്രം, വിവേകാനന്ദ സ്വാമികളുടെ ചിത്രമൊക്കെ നമ്മൾ വെക്കേണ്ടത്. എല്ലാം യുവാക്കളാണ്, യുവത്വം തുളുമ്പുന്നവരാണ്. അവർ സംസാരിച്ചത് യുവ മനസ്സിൽ നിന്നാണ്, അവർ സംസാരിച്ചത് യുവ മനസ്സുകളോടാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ ചില ബിംബങ്ങളെയൊക്കെ നമ്മൾ ഒന്ന് ക്രമീകരിക്കണം. പക്ഷെ നമ്മുടെ മനസ്സ് എന്താണെന്നറിയില്ല. വ്യാസൻ്റെ രൂപം നമ്മളാരും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ വ്യാസൻ, വേദവ്യാസൻ എന്ന് പറഞ്ഞൊരു ചിത്രം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വേദവ്യാസൻ, മഹർഷി വേദവ്യാസൻ, ഭഗവാൻ വേദവ്യാസൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രം. ഇനി അങ്ങോട്ട് വാർദ്ധക്യം ഗ്രസിക്കാൻ വയ്യാത്തത്ര വൃദ്ധത്വവും, ഇനി അങ്ങോട്ട് കണ്ണ് കുഴിപ്പോവാൻ വയ്യ അത്ര കുഴിപ്പോയ കണ്ണുകളുമായിട്ട് ഒരു നീണ്ട താടിയൊക്കെ ആയിട്ടൊരു ചിത്രം. എനിക്കറിയില്ല. എനിക്കറിയുന്ന വ്യാസൻ നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്രനേത്ര. അത് മതി. ഏനത്വയ ഭാരത തൈലപൂർണ്ണം അവിടെ നിൽക്കട്ടെ. എനിക്കറിയുന്ന വ്യാസൻ ഭുല്ലാരവിന്ദായത പത്രനേത്രനാണ്. പ്രഫുല്ലമായ താമരദളം പോലെ വികസിതങ്ങളായ കണ്ണുകളോടുകൂടിയവനാണ്. ആ വ്യാസനെ നമ്മളങ്ങ് മാറ്റിക്കളഞ്ഞു. പകരം നമ്മൾ എണീറ്റ് നടക്കാൻ ജീവനില്ലാത്ത കുഴിയിലേക്ക് കണ്ണുപോയൊരു വ്യാസനെ വെച്ചു. ഏത് യുവാവും യുവതിയായി വ്യാസനെ ബഹുമാനിക്കാൻ പോണേ? പറയൂ. അപ്പോൾ തകരാറ് പറ്റിയതാർക്കാ? വൃദ്ധന്മാരെ ബഹുമാനിക്കേണ്ടെന്നല്ല പറഞ്ഞത്. വൃദ്ധന്മാരെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. വിജ്ഞാനം വൃദ്ധോപസേവയ എന്ന് തന്നെയാണ് ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ചത്. അതാണ് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകേണ്ടതും. പക്ഷേ നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ ഈ യുവബിംബങ്ങളാണ്. ഈ യുവബിംബങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഊർജ്ജസ്വലതയുടെ മൂർത്തികളാണ്, ഊർജ്ജസ്വലതയുടെ മൂർത്തികളാണ്. അല്ലാണ്ട് എന്താ പറയേണ്ടത്, മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടോ സ്വയം നിസ്സഹായതയിൽ കിടക്കുന്നവരോ അല്ല. സ്വയം നിസ്സഹായതയിൽ കിടക്കുന്നവരല്ല. ആവർത്തിക്കണമല്ലോ. മറിച്ച് ഊർജ്ജസ്വലതയോടുകൂടി ഒരു സമാജത്തെ നയിക്കാൻ കേൾപ്പുള്ള വീര്യത്തോടു കൂടിയ യുവത്വമാണ് നമ്മുടെ ഗുരുനാഥന്മാർ. അത്തരം ഗുരുക്കന്മാരുടെ ബിംബങ്ങളെ ചെറുപ്പത്തിൽ തന്നെ പകർന്നു നൽകേണ്ടത് മുതിർന്നവരുടെ കർത്തവ്യമാണ്. അതെ, ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നൊരു ചിത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പ്രീ ഡിഗ്രി 1ാം വർഷം പഠിക്കുന്ന പ്രായം, ഒരു കൊച്ചു പുസ്തകം, ദ സ്പേക്ക് സ്വാമി വിവേകാനന്ദ, കൊച്ചു പുസ്തകം. അന്ന് 10 പൈസയുടെ പുസ്തകമാണ്. അച്ഛൻ കൊണ്ടുത്തരുന്നു. ഒരിരിപ്പിൽ അന്ന് ആ വിദ്യാർത്ഥി 30 പ്രാവശ്യം വായിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരിരിപ്പിൽ 30 പ്രാവശ്യം. കാരണം അത് അനിഷേധ്യമാകും വിധം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അന്വേഷണമായി ഇതെന്തിൻ്റെ സമാഹാരമാണ്, ഇത് എവിടുന്നാണ് ഇത് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ സോഴ്സ് എന്താണ്? സ്വാഭാവികമായി കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദയിലേക്ക് പോവുകയാണ്.
അവിടെ സ്വാമിജിയെ പരിചയപ്പെടുകയാണ്. അന്ന് സ്വാമിജിയെ പരിചയപ്പെട്ടതിൻ്റെ പരിണാമമാണ് ഇന്ന് നിങ്ങളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. തുറന്ന് സ്വന്തം ജീവിതാനുഭവം പറയുമ്പോൾ പിന്നെ മറ്റൊരു സംശയത്തിൻ്റെ ആവശ്യം അവിടെ വരണില്ല. ഇത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും സന്യാസിയാവും, എൻ്റെ മക്കൾ ഞാൻ വിവേകാനന്ദ സ്വാമിയെ പരിചയപ്പെടുത്തിയ സന്യാസിയാവും എന്നാരും ഭയപ്പെടണ്ട, അങ്ങനെ ചിന്തിക്കണ്ട, ഒരിക്കലും അല്ല. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലേക്കാണോ ഒരു വ്യക്തി പോകേണ്ടത് ആ മാർഗത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഉയരാനും ആ ഉയർച്ച ഭാരതത്തിൻ്റെ സമഗ്ര വികാസവും സമഗ്രമായ കാഴ്ചപ്പാടും നൽകും വിധവും ആകാനും വിവേകാനന്ദ സ്വാമികൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെയാണ് സ്വാമിജി രൂപപ്പെടുത്തിയത് തന്നെ സ്വയം. എങ്ങനെ? ആ ജീവിതത്തിലേക്ക്, ജീവചരിത്രത്തിലേക്കൊന്നും അധികം പോകുന്നില്ല, എൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ മേടിച്ച് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന വസ്തുക്കൾ ചിദാനന്ദപുരി സ്വാമി ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സമയം അത് വ്യർത്ഥമാക്കി കളയുകയാണ്, അതിന് മെനക്കെടുന്നില്ല. മറിച്ച് എങ്ങനെയാണ് ആ പാകപ്പെടൽ ഉണ്ടായത്? ഒരു സാധാരണ ആവറേജ് കുടുംബം എന്ന് പറയാം. ബ്രിട്ടീഷ് ഭരണത്തിൽ തലസ്ഥാനമായിരുന്ന കൊൽക്കട്ടയിലും ഒരു സാധാരണ കുടുംബത്തിൽ, വിദ്യാസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച നരേന്ദ്രൻ. അതിൻ്റെ മുൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പ്രാർത്ഥനയുടെ ഫലമായി ജനിച്ചത്. കൊച്ചുനാളിൽ തന്നെ സത്യാന്വേഷണമുള്ളിൽ പ്രതിഷ്ഠിതനായ ബാലൻ. പഠിപ്പിൽ അത്ര മികച്ചവനൊന്നുമല്ല. സംഗീതത്തിലും കളികളിലും നേതൃത്വ പാടവത്തിലുമെല്ലാം വിശേഷിച്ച് ശ്രദ്ധേയനായ ആ ബാലൻ ആ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കുക. സമൂഹത്തെ സ്വാധീനിച്ചിരുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച്. ബംഗാളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം സമൂഹത്തെ സ്വാധീനിച്ചിരുന്നത് ബ്രഹ്മസമാജമായിരുന്നു. ബ്രഹ്മസമാജം ഉപനിഷത്തുക്കളെ പ്രമാണമാക്കി അംഗീകരിച്ചിരുന്നു. പക്ഷേ അനുഷ്ഠാനങ്ങളെ, ആചാരങ്ങളെ, ക്ഷേത്രാദി സങ്കല്പങ്ങളെ എല്ലാം തന്നെ അങ്ങേയറ്റം നിശ്ചിതമായി എതിർത്തിരുന്നു. ദേവത ഉപാസന തുടങ്ങിയവയെ അങ്ങേയറ്റം എതിർത്ത് നിർഗുണമായ നിരാകാരമായ ബ്രഹ്മം മാത്രം എന്നുള്ള കാഴ്ചപ്പാടാണ്. വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കടന്നു വന്ന വലിയ സമൂഹം ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടമായി. അവരുടെ സിദ്ധാന്തങ്ങൾ വിദ്യാർത്ഥികൾക്കിടയ്ക്കെല്ലാം പ്രചരിച്ചിരുന്നു. അതേ സമയത്ത് തൻ്റെ ഗൃഹത്തിലോ അമ്മ സദാ പൂജ ചെയ്യുന്ന, ക്ഷേത്രാദി ഉപാസനകളിലേക്ക് മകനെ പ്രേരിപ്പിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഭാവം. തൻ്റെയും ശൈശവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശിവനാമം, ശിവരൂപം ഇവയിൽ തന്നെ എന്താ പറയേണ്ടത്, ചേർന്ന സംലഗ്നമായൊരു രീതിയിൽ കടന്നു വന്ന സ്മൃതി ബാലനിൽ എപ്പോഴും. പക്ഷെ ബൗദ്ധികമായിട്ട് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവ് വളരുന്നതിനനുസരിച്ച് കേവല നിർഗുണ നിരാകാരമായ സത്യം മാത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് സംഘർഷം അനുഭവിച്ച ഒരു മനസ്സുമായി അങ്ങനെ വളർന്നു വന്ന നരേന്ദ്രൻ. ഈ സംഘർഷമാണ് പിന്നീട് യുവത്വത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പം തന്നെ അക്കാലത്ത് സമാജത്തിൽ ലഭിക്കുമായിരുന്ന വലിയ വലിയ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ആ യുവാവിനെ എത്തിക്കുന്നത്. ആർജവത്തോടു കൂടിയ ചോദ്യമാണ്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ?
മന്ത്രോദ്ധാരണങ്ങളോടുകൂടി വലിയ വലിയ പ്രസംഗങ്ങൾ മറുപടിയായി ലഭിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള മറുപടി ലഭിച്ചില്ല. കാലം മുന്നോട്ട് പോകവേ കോളേജ് പഠനത്തിൽ ഇംഗ്ലീഷ് പ്രൊഫസറുടെ അരികിൽ നിന്ന് അനുഭൂതി സമ്പന്നനായ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് കേൾക്കാനിടയായി. ആ യുവാവ് ശ്രീരാമകൃഷ്ണദേവൻ അരികിൽ എത്തിപ്പെട്ടു. പ്രഥമ ദർശനത്തിൽ തന്നെ ആരുടെ മുമ്പിലും അങ്ങനെ അടിയറ വയ്ക്കാത്ത വ്യക്തിത്വം, ആർക്കു മുമ്പിലും ഒരു തരം വിധേയത വരാത്ത വ്യക്തിത്വം എന്തോ അവിടെ പതിച്ചു. അത് വീണ്ടും ഒരു ദ്വന്ദ്വത്തിന് കാരണമാക്കി. ആ ദ്വന്ദ്വം ഒരു നിശ്ചയത്തിൽ എത്തിച്ചേർന്നു, ഇനി മേലിൽ ഇയാളെ കാണാൻ വരില്ല എന്ന്. പക്ഷേ പിറ്റത്തെ ആഴ്ചയാവുമ്പോഴത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് അങ്ങോട്ട്. ഒരു യന്ത്രമെന്ന പോലെ അങ്ങോട്ട് എത്തിപ്പെടുകയാണ്. തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഭാവത്തിൽ ശ്രീരാമകൃഷ്ണദേവന് ക്രമികമായി ഒരു ഗുരുശിഷ്യ ബാന്ധവത്തിലേക്ക് അത് ഉയർന്നു. ക്രമികമായി വീട്ടിൽ അതിനിടയ്ക്ക് പല പരാധീനതകളും വന്നു. അച്ഛൻ്റെ മരണമാകട്ടെ, വലിയ കുടുംബത്തിൻ്റെ ബാധ്യതയാകട്ടെ. ഇവിടെ നമ്മളൊരു അത്ഭുതം കാണുന്നത്, ആ കാലത്ത് മെട്രിക്കുലേഷൻ കഴിഞ്ഞ ഒരാൾക്ക് തന്നെ സുഖമായി സർക്കാർ ഉദ്യോഗം കിട്ടുന്ന കാലം. എന്ന് മാത്രമല്ല, എത്രയോ എസ്റ്റേറ്റുകൾ അവിടെയൊക്കെ മാനേജറായിട്ട് കിട്ടാൻ യോഗ്യത മെട്രിക്കുലേഷൻ മതി. പക്ഷേ FA പഠിക്കുന്ന നരേന്ദ്രന് ജോലി മുട്ടുന്ന വാതിലുകളൊന്നും തുറക്കുന്നില്ല. അതൊരു മഹാത്ഭുതമായിട്ടാണുള്ളത്. എന്തിൻ്റെ ന്യൂനതയാ നരേന്ദ്രന്? ഒന്നിൻ്റെ ന്യൂനതയില്ല. പക്ഷേ ഒരു വാതിലും തുറക്കുന്നില്ല. ഗത്യന്തരമില്ലാതായി. വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ, തൻ്റെയും ക്ലേശങ്ങൾ, കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് കാണുമ്പോഴുള്ള ക്ലേശം അത് വേറെ. അവസാനം ശ്രീരാമകൃഷ്ണദേവനോട് മനസ്സില്ലാ മനസ്സോടെ പറയാനിടയാവുകയാണ്. ഇതാണ് നരേന്ദ്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരിവർത്തനത്തിൻ്റെ സന്ദർഭം. അങ്ങ് കാളിമാതാവിനോട് സംസാരിക്കുന്ന ആളല്ലേ, അതിന് എനിക്കൊരു ജോലി അമ്മയോട് പറഞ്ഞ് ശരിയാക്കി തന്നൂടെ? അമ്മയോട് ഞാൻ സംസാരിക്കുന്ന പോലെ നിനക്ക് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് ഒട്ടും വൈകണ്ട, ഇപ്പം തന്നെ പോയിക്കോളൂ. ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ്. പൂജയൊക്കെ കഴിഞ്ഞ് അമ്മ പ്രസന്നയായിരിക്കണ സമയമാണ്. നീ തന്നെ നേരിട്ട് പോയിക്കോളൂ. അങ്ങനെ തീരുമാനിച്ചു നരേന്ദ്രൻ. എന്നാ ഒന്ന് പോവുക തന്നെ. ഒരു കുറച്ചിലാ, ദേവിയോട് ജോലിക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു കുറച്ചില്ല. എങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞല്ലേ. പോയി മുമ്പിൽ ചെന്നു. ദേവീക്ഷേത്രത്തിന് മുമ്പിൽ ആ ഭവതാരിണിയുടെ രൂപം നോക്കി പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണ്ടേ? അമ്മ എനിക്കൊരു ജോലി, നല്ല ജോലി ശരിയാക്കി തരണേന്നാണ് പ്രാർത്ഥിക്കണ്ടേ. പക്ഷേ ആ യുവാവിൻ്റെ വായെന്ന് വന്നത്, അമ്മേ വൈരാഗ്യം തരണേ, വിവേകം തരണേ. വിവേകവും വൈരാഗ്യവും. അവിടുന്ന് മടങ്ങി. എന്താ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നേ? എന്താ പ്രാർത്ഥിച്ചേ? പരാമർശരുടെ അടുത്തേക്ക് പോയി. ശ്രീരാമകൃഷ്ണദേവൻ പുഞ്ചിരിച്ചു. പ്രാർത്ഥിച്ചോ? രണ്ടാമതും പോയി നരേന്ദ്രൻ. രണ്ടാമതും പറഞ്ഞു, വിവേകം തരണേ, വൈരാഗ്യം തരണേ. ഈ പ്രാവശ്യം അല്പം ഒന്ന് പരുഷമായി ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒന്ന് ചോദിക്കാൻ അറിയില്ലാച്ചാൽ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളും? ദേവിയോടൊന്ന് ചോദിക്കാൻ പോയിട്ടോ? ചോദിക്കാൻ നിനക്കറിയില്ലേ? പോ ചോദിക്ക്.
മൂന്നാമതും വിവേകം തരണേ, വൈരാഗ്യം തരണേ എന്ന് പറഞ്ഞപ്പോൾ പരമഹംസൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇനിയിപ്പോൾ അത് തന്നെ മതി. പക്ഷെ ഒന്ന്, നിൻ്റെ കുടുംബം പട്ടിണി കിടക്കില്ല. പിന്നെ പട്ടിണി കിടന്നിട്ടില്ല, പിന്നെ ഒരിക്കലും പട്ടിണി കിടന്നിട്ടില്ല ആ കുടുംബം. അതോടുകൂടി നരേന്ദ്രൻ്റെ കുടുംബം വലുതായി. അതുവരെ ചെറിയ മാനസിക തലത്തിലും ബൗദ്ധിക തലത്തിലും ചില മിന്നിമറയലുകൾ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണെന്നുള്ളത് നരേന്ദ്രൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം നരേന്ദ്രൻ്റെ കുടുംബം അങ്ങ് വലുതായി. അതാണ് വാസ്തവത്തിൽ തീർത്തും നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദ സ്വാമികളിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ വലിയൊരു സന്ദർഭം. ആ ഗുരുശിഷ്യ ബാന്ധവം കൂടുതൽ കൂടുതൽ സുദൃഢമായി. താൻ മാത്രമല്ല, തന്നെപ്പോലെ കുറേ ചെറുപ്പക്കാരുണ്ട്. രാഖാളായാലും ശരത്തായാലും ശശിയായാലും യോഗിനായാലും കുറേ പേര്, എല്ലാവരും കോളേജ് വിദ്യാഭ്യാസം ഉള്ളവർ. അക്കൂട്ടത്തിൽ അക്ഷരം എഴുതാൻ അറിയാത്ത ആളും ഉണ്ട്, ലാട്ടു, എല്ലാവരും ഉണ്ട്. ഈ അന്തരംഗ ശിഷ്യന്മാരുടെ ഒരു 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 ആന്തരികമായ ഐകാത്മ്യഭാവത്തോടു കൂടിയ വികാസം അത് ക്രമികമായി സംഭവിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവന് ശാരീരികമായി ക്ലേശങ്ങൾ വർദ്ധിക്കുന്നത്. തൊണ്ടയിൽ ക്യാൻസറാണെന്നും അത് മാറുന്ന അവസ്ഥയിലല്ലെന്നുമുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. ഈ അന്തരംഗ ശിഷ്യന്മാരെല്ലാവരും ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന അവസ്ഥ വരുന്നു. അവിടുന്ന് അതിസൂക്ഷ്മങ്ങളായ തത്വോപദേശങ്ങളുടെ പഠനങ്ങളുടെ സന്ദർഭമാണ് പിന്നീട്. എപ്പോഴും ചോദ്യം ചെയ്യുന്ന മനസ്സിന് വ്യക്തങ്ങളായ ഉത്തരങ്ങൾ ലഭിക്കുന്നു. ആ ലഭിച്ച ഉത്തരങ്ങളിൽ സ്വയം കൃതാർത്ഥത കൈവരുന്നു. അതെ, അങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശരീരം ശാന്തമാകുന്ന 1886 ഓഗസ്റ്റ്. അതിനു മുമ്പ് ഒരു സന്ദർഭമുണ്ടായി. ഒരു സമ്പന്നനായ വ്യക്തി കുറേ കാഷായ വസ്ത്രങ്ങൾ കൊണ്ടുവന്നു. പരമഹംസർ കാഷായ വസ്ത്രം ധരിക്കാത്ത ആളാണ്. ധരിച്ചിട്ടുണ്ടാവും തോത്താപുരിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച ആദ്യത്തെ 3 ദിവസം. പക്ഷെ പിന്നീടൊക്കെ വെള്ള വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ. ഇതെന്തിനീ കാഷായ വസ്ത്രം? ഇത് ഇവിടെ തരാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാ. ചുറ്റും നിൽക്കുന്ന അന്തരംഗ ശിഷ്യന്മാരെ ചൂണ്ടി, എങ്കിൽ പിന്നെ ഇവർക്കല്ലാതെ ആർക്ക് എന്നുള്ള പരാമർശം അവിടെ നിന്നുണ്ടായി. ഇതിൽ കവിഞ്ഞ് ഒരു സന്യാസ സ്വീകരണമോ സന്യാസദാനമോ ഒന്നും പരസ്പരം ഉണ്ടായിട്ടില്ല ആ ഗുരുനാഥനും ശിഷ്യന്മാർക്കും ഇടയ്ക്ക്. എന്നാൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹം ശാന്തമായതിനു ശേഷം ഈ അന്തരംഗ ശിഷ്യന്മാരെല്ലാവരും ഒന്നായി ചേർന്ന് കൂടുതൽ സാധനയുടെയും ശാസ്ത്രങ്ങളുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു. ക്രമേണ അവരുടെ നേതൃത്വത്തിലേക്ക് നരേന്ദ്രൻ ഉയരുകയും ചെയ്തു. മാസങ്ങൾ ഏതാനും കഴിഞ്ഞ് ഡിസംബർ മാസം 24-ാം തീയതി അവരെല്ലാവരും ഒരു ഗൃഹത്തിൽ ഒത്തുചേർന്നു. സന്ദർഭവശാൽ അന്ന് പിൽക്കാലത്ത് നിർമ്മലാനന്ദ സ്വാമികളെന്നറിയപ്പെട്ട, കേരളം എന്നുമെന്നും കടപ്പെട്ടിരിക്കുന്ന മഹാപുരുഷനാണ്.
അന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി 16 പേരും അന്ന് ഒത്തുചേർന്നു. പല വേദാന്ത വിചാരവും അവർ ചെയ്തു. ബൈബിളിലെ ന്യൂ ടെസ്റ്റമെൻറ്റിലെ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദി മൗണ്ട്, ഉച്ചത്തിൽ വായിച്ചു നരേന്ദ്രൻ. അത് വ്യാഖ്യാനിച്ചു. നമുക്കും ഒരു സന്യാസ ജീവിതം നയിച്ചുകൂടെ, നയിക്കണം, തീരുമാനമായി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഡിസംബർ 24 അർദ്ധരാത്രിയാണ്. നല്ല തണുപ്പാണ്, ഡിസംബർ മാസത്തിലെ തണുപ്പ്, അതും കൊൽക്കട്ടയിലെ തണുപ്പ്. അവരഗ്നി ജ്വലിപ്പിച്ചായിരിക്കുന്നത്. തങ്ങളുടെ കൂട്ടത്തിലെ ഹരി വൈദിക ക്രിയകൾ അറിയുന്ന ആളും വിരജഹോമ മന്ത്രങ്ങളൊക്കെ അറിയുന്ന ആളുമാണ്. ഹരിയെ ചുമതലപ്പെടുത്തി അവർ, എന്നാൽ പിന്നെ ഇതൊരു വിരജഹോമാഗ്നി ആയി കളയാം. സാമഗ്രികൾ കൊണ്ടുവന്നു. അത്ര കേമായിട്ടും വിധിപ്രകാരമൊന്നും അല്ല. എങ്കിലും ആ അഗ്നിയെ തണുപ്പകലാൻ വേണ്ടി അവർ ജ്വലിപ്പിച്ച അഗ്നിയെ വിരജഹോമാഗ്നിയാക്കി മാറ്റി, വിരജഹോമ മന്ത്രങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്യാസിമാരാണെന്നുള്ള പ്രതിജ്ഞ അവർ ചെയ്തു. നരേന്ദ്രൻ തന്നെ എല്ലാവർക്കും പേരും കൊടുത്തു. എല്ലാവർക്കും 15 പേർക്കും നരേന്ദ്രൻ ആ പേര് കൊടുത്തേ. അങ്ങനെ രാഖാള് ബ്രഹ്മാനന്ദ സ്വാമിയായി, ശരത്ത് ശാരദാനന്ദ സ്വാമിയായി, ശശി രാമകൃഷ്ണാനന്ദ സ്വാമി, അങ്ങനെ താനാകട്ടെ വിവിധിഷാനന്ദ എന്നുള്ള പേരും സ്വീകരിച്ചു. ആ യുവ സന്യാസി സമൂഹം വാസ്തവത്തിൽ ഈ തണുപ്പകറ്റാൻ വേണ്ടി ജ്വലിപ്പിച്ച അഗ്നിയാണല്ലോ അവർ വിരജഹോമാഗ്നിയാക്കിയത്. തണുത്ത് വിറങ്ങലിച്ചൊരു തമസിൻ്റെ ആഴത്തിൽ കിടന്നൊരു സമൂഹത്തെ മുഴുവൻ തട്ടിയുണർത്തി അത്യാവശ്യം രജസ്സിലേക്കെങ്കിലും എത്തിക്കാൻ പിന്നീട് അവർ ഒത്തൊരുമിച്ച് പരിശ്രമിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗം. അതൊരു അത്ഭുത. ഈ യുവ സന്യാസി സമൂഹം നിശ്ചയിച്ചു, നമുക്ക് ഭാരതം മുഴുവൻ ഒന്ന് കണ്ടെത്തണം. സന്യാസിയുടെ ജീവിതം പരിവ്രജനത്തിലൂടെയാണ് സമ്പന്നമാകുന്നത്. അതുകൊണ്ട് പരിവ്രജനം ചെയ്യണം. ചിലർ പറഞ്ഞു, ഗുരുനാഥൻ്റെ സ്മരണ നിലനിൽക്കുന്ന സ്ഥലം വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഗുരുനാഥൻ്റെ ചില സ്മാരകങ്ങളുണ്ട്. ആ സ്മാരകങ്ങൾ മറ്റൊന്നുമല്ല, അല്പം ചിതാഭസ്മം കുടങ്ങളിൽ ശേഖരിച്ചതുണ്ട്. പിന്നെ അല്പം ചില ഉപയോഗിച്ച വസ്തുക്കളുണ്ട്, സഞ്ചയനം ചെയ്തിട്ടുള്ള അസ്ഥി കഷ്ണങ്ങളുണ്ട്. ഇതൊക്കെ കുടത്തിലാക്കി വെച്ച് അതിനെ ആരാധിച്ചുകൊണ്ട്, അതിൽ ശ്രീരാമകൃഷ്ണ സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് പൂജിക്കുന്ന അവരിൽ കുറച്ച് പേര് എങ്ങോട്ടും പരിവ്രജനത്തിനില്ല. ഇതിനെ പൂജിച്ചുകൊണ്ട് ഞങ്ങൾ കഴിയുക ഗുരുദേവനെ. അങ്ങനെ തീരുമാനമായി കുറച്ച് പേര് പരിവ്രജനം ചെയ്യാനും കുറച്ച് പേര് അവിടെ ഉപാസന ചെയ്ത് കഴിയാനും പരസ്പരം എപ്പോഴും ബന്ധം നിലനിർത്താനും. അക്കൂട്ടത്തിൽ നിത്യ പരിവ്രജനത്തിലേക്ക് കടന്ന യുവാവായിരുന്നു വിവിധിഷാനന്ദ സ്വാമി. ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിച്ചു. കടലോരങ്ങളിൽ, മലവാരങ്ങളിൽ, പർവ്വതത്തിൻ്റെ നെറുകകളിൽ, പട്ടണത്തിൻ്റെ മധ്യത്തിൽ, ഗ്രാമാന്തരങ്ങളിലും വനാന്തരങ്ങളിലും ദരിദ്രരിൽ വെച്ച് ദരിദ്രരുമായി സഹവസിച്ചു, ധനികരിൽ വെച്ച് ധനികരുമായി സഹവസിച്ചു. പണ്ഡിതരും പാമരുമരുമായി ഒരുപോലെ സംവദിച്ചു. അങ്ങനെ 1886 ഒടുവിൽ ആരംഭിച്ച ആ പരിവ്രജനം 6.5 വർഷക്കാലം നീണ്ടു. ആ 6.5 വർഷം കൊണ്ട്
എന്താണ് ഭാരതം എന്ന് ആ യുവസന്യാസി കണ്ടെത്തി. ശാസ്ത്രങ്ങളിലൂടെ അറിയുന്ന ഭാരതം, ഇതിഹാസങ്ങളിലെ ഭാരതം, പുരാണങ്ങളിലെ ഭാരതം, എന്നും തേജോമയ ബിംബമായി തന്നുള്ളിൽ പ്രകാശിക്കുന്ന ഭാരതം. ആ ഭാരതം ഒരു ഭാഗത്ത്. ഏതാണ് ആ ഭാരതം? പ്രകാശത്തിൽ രതി ചെയ്യുന്ന, പ്രകാശത്തിൽ രതി ചെയ്യിപ്പിക്കുന്ന ഭാരതം. ഏതാണ് ആ ഭാരതം? സമ്പന്നമായ സമൃദ്ധമായ ഭാരതം. ലോകത്തിൻ്റെ മൊത്തം കച്ചവട ബന്ധങ്ങളിൽ 33% പുലർത്തിയിരുന്ന ഭാരതം. ഏതാണ് ആ ഭാരതം? സ്വർണത്താലും രത്നത്താലും അലങ്കരിക്കപ്പെട്ട കൊട്ടാരങ്ങളോടുകൂടിയ, സന്യാസിമാരല്ലാത്ത വേറെ ആരും ഭിക്ഷാന്തഹികളില്ല. ഭിക്ഷ എടുക്കുന്ന ആരുമില്ല. ദാരിദ്ര്യം എങ്ങും ഇല്ല. ഭിക്ഷുക്കൾ ഇല്ലാത്തത് കൊണ്ട് ഭിക്ഷ എടുക്കുന്നവരല്ല, നിറഞ്ഞതുകൊണ്ട് ഭിക്ഷ എടുക്കുന്നവരാ. അല്ലാത്ത ഒറ്റ ഭിക്ഷക്കാരനുമില്ല. സമ്പന്നതയുടെ നെറുകയിലിരുന്ന് ഭിക്ഷാടനത്തിന് പോയ സന്യാസിമാരല്ലാതെ വേറെ ഭിക്ഷുക്കൾ ആരുമില്ല. ആ ഭാരതം. ഏത് ഭാരതം? ഗ്രാമാന്തരങ്ങളിൽ സംസ്കൃതത്തിൽ കാവ്യങ്ങളെ, അലങ്കാരങ്ങളെ, ശബ്ദശാസ്ത്രങ്ങളെ നിരൂപണം ചെയ്ത ഭാരതം. ഇതാണ് ആ ഭാരതം. താൻ നേരിട്ട് കണ്ട ഭാരതമോ അതിൽ നിന്ന് തീർത്തും വിലക്ഷണം. അടിമത്തത്തിൻ്റെ ആഴങ്ങളിൽ, അജ്ഞാനത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ കേഴുന്നൊരു ഭാരതം. സ്വന്തം മഹിമ മുഴുവൻ വിസ്മരിച്ച് വൈദേശിക ആധിപത്യത്തിന് കീഴിൽ നീറുക മാത്രമല്ല, അത് ദൈവദത്തമാണെന്ന് അഭിമാനിക്കുന്നൊരു ഭാരതം. അടിമത്തം ദൈവദത്തമാണെന്ന് അഭിമാനിക്കുന്ന ഭാരതം. തങ്ങളെ അടക്കി ഭരിക്കുന്നവരെ ആരാധിക്കുന്നൊരു ഭാരതം. സായിപ്പിൻ്റെത് എന്തുണ്ടോ അതൊക്കെ കേമമാണെന്ന് കണക്കാക്കുന്നൊരു ഭാരതം. പരസ്പരം കലഹിക്കുന്ന, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പലതിൻ്റെ പേരിൽ കലഹിച്ചുകൊണ്ട് ഒരിക്കലും സ്വത്വബോധത്തെ തിരിച്ചറിയാത്ത വിധം അന്ധകാരത്തിൽ അമർന്ന, പേരിനെ അന്വർത്ഥമല്ല അനർത്ഥമാക്കുന്നൊരു ഭാരതം. ഇതാണ് താൻ കണ്ടത്. എന്നാൽ അങ്ങിങ്ങുയർന്നു നിൽക്കുന്ന പ്രകാശ സ്രോതസ്സുകളും അവിടുന്ന് കണ്ടു. ആ പ്രകാശ സ്രോതസ്സുകളിൽ നിന്നുള്ള പ്രകാശം വേണ്ടും വണ്ണം സമാജത്തിൽ വ്യാപിക്കാത്തതും അവിടുന്ന് കണ്ടു. എത്ര പ്രകാശബിംബങ്ങളെ അവിടുന്ന് കണ്ടു. അത്ഭുതപ്പെടും. ഒന്ന് കാശിയിൽ പവഹരി ബാബയെ കണ്ടപ്പോൾ ഇത് ഉപനിഷത്തിൻ്റെ മുഴുവൻ മൂർത്തിമത് ഭാവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങ് കേരളത്തിൽ വന്നപ്പോൾ ഐ ഫൗണ്ട് എ റിമാർക്കബിൾ മാൻ എന്ന് പിന്നീട് എഴുതിയ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ദർശനം. ഇങ്ങനെ ഓരോ പ്രദേശത്തും എത്ര പേരെയാണ് അവിടുന്ന് കണ്ടത്. പക്ഷേ ആ പ്രകാശ സ്രോതസ്സുകളുടെ വെളിച്ചം വേണ്ട വിധത്തിൽ സമൂഹത്തിൽ എത്തുന്നില്ല. സമൂഹം അന്ധകാരത്തിൽ, അടിമത്തത്തിൽ. ഏറ്റവും വലിയ 2 പതനങ്ങൾ സ്വാമിജി ശ്രദ്ധിച്ചു. ഒന്ന്, സമുന്നതമായ പദവിയിലുണ്ടായിരുന്ന സ്ത്രീത്വം താഴ്ത്തപ്പെട്ടിരിക്കുന്നു 2ാം തട്ടിലേക്കോ 3ാം തട്ടിലേക്കോ. അവിടുന്ന് വേദത്തിലെ ഋഷികകളെ കണ്ടു, ധർമ്മചാരിണികളെ കണ്ടു, ബ്രഹ്മചാരിണികളെ കണ്ടു. അടർക്കളത്തിൽ തലയെന്ന് മുറിച്ച് മാറ്റപ്പെട്ട കാലിന് പകരം ഇരുമ്പുകാല് വെച്ച് യുദ്ധത്തിലേക്ക് കുതിരപ്പുറത്ത് ചാടി പോകുന്ന വേദപ്രതിപാദിതകളായ യുവതികളെ കണ്ടു. എന്നാൽ നേരിട്ട് പോയി കണ്ട ഭാരതമോ അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ ഭാവം. ചിന്തിക്കുക. എല്ലാം പുരുഷന്മാർക്കേ പറ്റൂ. വേദം ചൊല്ലാൻ പുരുഷന്മാർക്കേ പറ്റൂ, പൂജ പുരുഷന്മാർക്കേ പറ്റൂ, എല്ലാം പുരുഷന്മാർക്കേ പറ്റൂ. മറ്റൊന്ന്, 2ാമത്തെ പതനം, ശാസ്ത്രീയമായ വർണ്ണവ്യവസ്ഥയുടെ സ്ഥാനത്ത് അതിഹീനമായ ജാതീയത,
തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമാണെന്നുള്ള ഹീനത. ആ ഹീനതയെ മുതലെടുത്തുകൊണ്ട് മതാന്തരത്തിലേക്ക് കൂട്ടം കൂട്ടമായ ആൾക്കാരെ പരിണമിപ്പിക്കുന്ന ആഭാസം അത് ഏറ്റവും കൂടുതൽ കണ്ടത് കേരളത്തിലാണ്. അതേറ്റവും കൂടുതൽ കണ്ടത് കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ്. അതുകൊണ്ട് സ്വാമിജി എഴുതി, ഇഫ് യു വാണ്ട് ടു സീ എ ലുനാറ്റിക് അസൈലം ഗോ ടു കൊച്ചിൻ ആൻഡ് ട്രാവൻകൂർ എന്ന്. ചിന്തിക്കുക. അപ്പം ഈ രണ്ട് അന്തരങ്ങളുണ്ടല്ലോ. തൻ്റെ മനസ്സിൽ ശാസ്ത്രങ്ങളിലൂടെ കുടിയേറിയ ഭാരതവും വർത്തമാനത്തിൽ താൻ നേരിട്ട് കാണുന്ന ഭാരതവും, ഇവ തമ്മിലുള്ള അന്തരം. ഈ യാത്രയിൽ ഏറ്റവും വലിയ രണ്ട് സ്വരൂപണങ്ങൾ അവയായിരുന്നു ആ സന്യാസി ശ്രേഷ്ഠൻ. എങ്ങനെ ഇതിൽ പരിവർത്തനം വരുത്താമെന്ന ചിന്തയായിരുന്നു. ആ ചർച്ചകളിൽ പലരുമായും നടത്തിയിട്ടുണ്ട്, പലരുമായും. ഏതായാലും അങ്ങനെയുള്ള ഗതിയിലാണ് ഒട്ടനവധി മഹാരാജാക്കന്മാർ അവിടുത്തെ ശിഷ്യന്മാരായിരുന്നു. രാംനാട് രാജാവായാലും ഖേത്രി രാജാവായാലും ഒക്കെ തന്നെ എത്രയോ ദിവാൻമാർ അവിടുത്തെ ശിഷ്യന്മാരും ഭക്തന്മാരുമായിരുന്നു. എത്രയോ, മൈസൂരിലായാലും കൊച്ചിയിലായാലും തിരുവനന്തപുരത്തായാലും ഒക്കെ തന്നെ. അതേസമയത്ത് അവിടുന്ന് കടലോരങ്ങളിൽ മുക്കുവ ഗൃഹങ്ങളിൽ താമസിച്ചു. മത്സ്യം പിടിക്കുന്ന തൊഴിലേർപ്പെട്ടിരിക്കുന്നവരുടെ ക്ലേശങ്ങൾ അറിഞ്ഞു. വനാന്തരങ്ങളിൽ വനവാസികൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ നേരിട്ടറിഞ്ഞു. എല്ലാം കൂടെ താമസിച്ചിട്ടാ, ഒന്നും പുസ്തകം പഠിച്ചിട്ടല്ല, നേരിട്ട്. ഈ രണ്ട് ഭാരതവും തമ്മിലുള്ള അന്തരത്തെ ഇല്ലാതാക്കി ഭാരതാംബയെ എങ്ങനെ ആ പൂർവമഹിമയിലേക്ക്, സൗവർണ ശോഭയിലേക്ക് ഉയർത്തുമെന്നുള്ള ചിന്ത വ്യാകുലതയായി തീർന്നു. നമ്മൾ കാണുന്നു അതിനുള്ള വലിയൊരു പദ്ധതി. ആദ്യം അത് മനസ്സിലേക്ക് നൽകിയത് തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന് കുറേ ചെറുപ്പക്കാരാണ്. അതിനെ ഊട്ടി ഉറപ്പിച്ചത് ഖേത്രി മഹാരാജാവാണ്. ആ പദ്ധതി അങ്ങ് ഭാരതത്തിൻ്റെ പ്രകാശത്തിൻ്റെ സന്ദേശത്തെ ലോകം മുഴുവൻ പ്രസരിപ്പിക്കണം. അതിന് വലിയൊരവസരമാണ് വന്നു ചേരുന്നത്. അമേരിക്കയിൽ വലിയൊരു സമ്മേളനം, ലോകമത സമ്മേളനം നടക്കാൻ പോവുകയാണ്. അങ്ങ് അതിൽ ഭാരതത്തെ പ്രതിനിധാനം ചെയ്യണം തീരുമാനിച്ചു. ഖേത്രി മഹാരാജാവ് കുറേ പണം നൽകി. യാത്രയിൽ ആ പണമൊക്കെ അങ്ങ് തീർന്നു. അതുകൊണ്ട് അമേരിക്ക പോകണ്ട എന്നും നിശ്ചയിച്ചു. സന്യാസിയുടെ കയ്യിൽ പണമുണ്ടോ? നിൽക്കുന്നു. വീണ്ടും പല നിർബന്ധങ്ങളും തിരിച്ചറിവുകളും വന്നു. വ്യക്തമായൊരു പദ്ധതി സ്വാമിജിയുടെ മുമ്പിൽ തെളിയുന്നത് ഭാരതാംബയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് 3 ദിനരാത്രങ്ങൾ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് മൂലാധാര സ്ഥാനത്ത് അഗ്രമായിരിക്കുന്ന ശക്തിപീഠത്തിൽ ധ്യാനമഗ്നനായിരുന്നപ്പോഴാണ്. ആ സ്ഥലമാണ് ഇന്ന് വിവേകാനന്ദ സ്മാരകം, വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ നിലകൊള്ളുന്നത്. കന്യാകുമാരിയിലുള്ള ആ 3 ദിനരാത്രങ്ങളുടെ ധ്യാനത്തിൽ ധ്യേയം ഒന്ന് മാത്രമായിരുന്നു, ഭാരതാംബ മാത്രം. ആ 3 ദിനരാത്രങ്ങളുടെ അനുസ്യൂതമായ ധ്യാനത്തിനൊടുവിൽ അവിടുന്ന് നിശ്ചയിച്ചു ചില പദ്ധതികൾ. ഖേത്രി മഹാരാജാവിനെ വീണ്ടും കാണുകയാണ്. ഞാൻ പോവാൻ തയ്യാറാണ്. അവിടെയാണ് ചരിത്രത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു വിശേഷം നടക്കുന്നത്. ശിഷ്യൻ ഗുരുവിന് പേരിടുന്ന വിശേഷം. സാധാരണ ഗുരുവല്ലേ ശിഷ്യന് പേരിടുക. ദീക്ഷ കൊടുക്കുമ്പോൾ
ഗുരുനാഥനാണ് ശിഷ്യന് പേര് വിളിക്കുക. ഇത് ശിഷ്യൻ ഗുരുവിന് പേര് വിളിച്ചു. ശിഷ്യൻ പറഞ്ഞു, അങ്ങയുടെ പേരൊന്നും വെള്ളക്കാർക്കൊന്നും ഉച്ചരിക്കാൻ കഴിയില്ല, വിഭീതിഷാനന്ദൻ എന്നൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും വഴങ്ങില്ല. എന്നാൽ പിന്നെ വഴങ്ങുന്നൊരു പേര് പറയൂ, പേരിൽ എന്തിരിക്കുന്നു തിരിച്ചറിഞ്ഞാൽ പോരെ, വിവേകാനന്ദൻ എന്നായിക്കോട്ടെ. അങ്ങനെ ശിഷ്യൻ ഗുരുവിന് പേരിട്ടു. ശിഷ്യൻ നൽകിയ പേരുമായി ഗുരു വിശ്വവിശ്രുതനുമായി. ചിന്തിക്കുക, എന്തൊരു വിലക്ഷണതകളായി ഇതൊക്കെ. ഇവിടെയും ചെറിയൊരു വിലക്ഷണത പണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ആരുടെ മുഖം കാണില്ല. നിങ്ങളാണെന്ന് വെച്ചാൽ എൻ്റെ മുഖം വല്ലാതെ കാണുന്നുണ്ടാവും. അപ്പം നിങ്ങളിത് ഉൾക്കൊള്ളുന്നുണ്ടോ, കൂടുതൽ മനസ്സിലാവുന്നുണ്ടോ, ഇനി വല്ലതും അതിൻ്റെ നിലവാരം കൂട്ടേണ്ടതുണ്ടോ കുറയ്ക്കേണ്ടതുണ്ടോ, ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. ഒരു പ്രഭാഷണ വേദിയിൽ ആദ്യം വേണ്ടത് അതാ. കേൾക്കുന്ന ആളുടെ മുഖം കണ്ടാലേ നമുക്ക് നിലവാരം കൂട്ടണോ കുറയ്ക്കണോ എന്താണെന്നൊന്നും മനസ്സിലാവുള്ളൂ. അങ്ങനെ പറയുകയാണ്. പിന്നെ ശീലമുണ്ട്. അത് പണ്ടാണെന്ന് എനിക്ക് സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ഈ റെക്കോർഡിങ് ഈ TV-ക്ക് വേണ്ടിയിട്ട് പിടിച്ചിട്ട് ക്യാമറേനെ നോക്കി സംസാരിച്ച് ശീലിച്ചു. പണ്ടാണെന്ന് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ക്യാമറേനെ നോക്കി സംസാരിച്ച് ശീലിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഇതേപോലെ അപ്പം ആ നിലയ്ക്ക് അപ്പോൾ പറയണത്. ശരി, ഏതായാലും അങ്ങനെ ശിഷ്യൻ ഗുരുനാഥന് നാമകരണം ചെയ്തു. വീണ്ടും പണം സ്വരൂപിച്ചു. വലിയ പങ്ക് ഖേത്രി മഹാരാജാവ് തന്നെയാണ് സമർപ്പിച്ചത്. പിന്നെ യുവസമൂഹത്തിൻ്റെ സമാഹരണം ഉണ്ടായി. ഏതായാലും അമേരിക്കയിലേക്ക് പോവുക തന്നെ. എന്തിനാ? അമേരിക്കയിൽ സംസാരിക്കാനല്ല. അമേരിക്ക അല്ല സ്വാമിജിയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അമേരിക്കയല്ല, അമേരിക്ക മാർഗമായിരുന്നു, അമേരിക്ക മാധ്യമമായിരുന്നു. നമ്മെ കാൽക്കീഴിൽ ഞെരിച്ചമർത്തുന്ന, ഭാരതത്തെ അടിമയാക്കി വയ്ക്കുന്ന യൂറോപ്പായിരുന്നു, ബ്രിട്ടനായിരുന്നു സ്വാമിജിയുടെ ലക്ഷ്യം. പക്ഷെ ബ്രിട്ടനിലേക്ക് ഒരിക്കലും സ്വാമിജിക്ക് പോകാൻ കഴിയില്ല. ബ്രിട്ടനിലേക്കുള്ള വഴിയായിരുന്നു അമേരിക്ക. നമ്മൾ കാണുന്നു 1893 ജൂൺ മാസത്തോടുകൂടി തയ്യാറാവുന്നു യാത്രയ്ക്ക്. ജപ്പാനിലൂടെ ബോംബെയിൽ നിന്ന് ആരംഭിച്ച് ചുറ്റി ഭാരതത്തെ ചുറ്റി ജപ്പാൻ വഴി റഷ്യ വഴി കാനഡയിൽ വാൻകൂവറിലെത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവിടുന്ന് അമേരിക്കയിൽ ബോസ്റ്റണിലെത്തുന്ന സ്വാമിജിയെ സർവമത സമ്മേളനം വലിയ പ്രസിദ്ധമായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ വലിയ സങ്കല്പങ്ങളായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ ആരുടെ റെപ്രസെൻറ്റേഷനും തനിക്കില്ല. അവിടെ വലിയ സന്നാഹങ്ങളാണ്. പങ്കെടുക്കുന്നവരൊക്കെ പ്രത്യേകം സംഘടനകളുടെ പ്രതിനിധികളാണ്. താൻ ഏത് സംഘടനയുടെ പ്രതിനിധിയാ? ആരുടെ അല്ല. ഭാരതത്തിൽ നിന്ന് അവിടെ പോയ ആൾക്കാരുണ്ട് പ്രതിനിധികളായിട്ട്. ബ്രഹ്മസമാജത്തിൻ്റെയും ആര്യസമാജത്തിൻ്റെയും പ്രതിനിധികളുണ്ടായിരുന്നു. ഹിന്ദു ധർമ്മത്തിൽ വേറെയും പ്രഭാഷകരുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ ഓരോ സംഘടനയുടെ പ്രതിനിധികളായിട്ടാണ്. ഇതാരുടെ ഒരു സാക്ഷ്യപത്രവും ഇല്ലാണ്ടാ താൻ വന്നത്. കുറച്ച് ചെറുപ്പക്കാരുടെയും വിവരം കേട്ട കുറച്ച് രാജാക്കന്മാരുടെയും വാക്ക് കേട്ട് വന്ന ഞാൻ എത്ര വലിയ വിഡ്ഢി, എന്നെപ്പോലെ വിഡ്ഢി ലോകത്താരാ ഉള്ളത് എന്നൊക്കെ അവിടുന്ന് എഴുതിയിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചില്ലുവാനൊക്കെ തൂരാൻ തുടങ്ങി. തണുപ്പ് കുത്തി തുളയ്ക്കുന്നു. വസ്ത്രങ്ങൾ വേണ്ടും വിധമില്ല. ഒരു പരിചയമില്ലാത്ത പ്രദേശം. പ്രതീക്ഷയെല്ലാം കൈവിട്ടു. ഒരു തരത്തിലും ആ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷെ മടങ്ങണമെങ്കിൽ അതിനു വേണ്ട സംവിധാനം വേണ്ടേ? എന്ത് ചെയ്യും? ഇന്നത്തെ കാഴ്ചപ്പാടിൽ വയ്യ നമുക്ക് ചിന്തിക്കാം. ഇന്നിപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ രാഷ്ട്രങ്ങളുടെയും അംബാസഡർമാരും മറ്റും അവിടെ വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഒരു ഭാരതീയൻ അവിടെ പോയി പെട്ടുകഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. അന്നൊന്നുമില്ലാത്ത കാലഘട്ടം ഓർമ്മിക്കുക. ഏതായാലും ഷിക്കാഗോയിൽ നിന്ന് മടങ്ങി
ബോസ്റ്റണിലും മറ്റു ചില പ്രദേശങ്ങളിലൊക്കെയായി ഒരു വഴിയോരത്ത് തീർത്തും എല്ലാ പ്രതീക്ഷയും കൈവിട്ടിരുന്ന സ്വാമിജി ഒരമ്മയെ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടൽ രണ്ടു പേർക്കും ഗുണകരമാകുന്നു. സ്വാമിജി എഴുതിയിട്ടുണ്ട്, തൻ്റെ വിശിഷ്ടന്മാരായ അതിഥികൾക്ക് കാണിക്കാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പ്രദർശന വസ്തുവെ അവർക്ക് കിട്ടി. അതവർക്ക് സന്തോഷം, എനിക്കാണെങ്കിൽ സുഭിക്ഷമായിട്ട് ഭക്ഷണവും കിട്ടി, അതെൻ്റെ സന്തോഷം. ഇങ്ങനെ രണ്ടു കൂട്ടർക്കും സന്തോഷമായി. അവർക്കൊരു ക്യൂരിയോ, അത്രയേ ഉള്ളൂ സ്വാമിജി. പക്ഷേ ആ സംഭാഷണങ്ങളും സംവാദങ്ങളും മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതൊരു അസാമാന്യ പ്രതിഭയാണ് തൻ്റെ ഗൃഹത്തിൽ അതിഥിയായി വന്നിരിക്കുന്നത്. അവർ മുഖേന സർവമത സമ്മേളനത്തിൻ്റെ ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യലുമായിട്ട് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം സാക്ഷ്യപത്രം നൽകുന്നു സ്വാമിജിക്ക്, ശുപാർശ കത്ത്. അവിടെയാണ് രേഖപ്പെടുത്തിയത്, നമ്മുടെ സകല യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരെയും ചേർത്ത് കഴിഞ്ഞാലുള്ളതിനേക്കാൾ അറിവുള്ളൊരു യുവാവിധ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്ന ശുപാർശ കത്ത്. ആ ശുപാർശ കത്തിനനുസരിച്ചാണ് 3.5 മിനിറ്റ് നേരത്തേക്ക് സംസാരിക്കാൻ അനുവാദം കിട്ടിയത്. എവിടെ? ഷിക്കാഗോ പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസിൽ. ഈ പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ എന്തിനു സംഘടിപ്പിച്ചതാണ്? അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ദി കൊളംബിയൻ എക്സ്പൊസിഷൻ്റെ ഭാഗമായിട്ട്. എന്തിനായിരുന്നു ദി കൊളംബിയൻ എക്സ്പൊസിഷൻ ഷിക്കാഗോയിൽ സംഘടിപ്പിച്ചത്? കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 400-ാം വാർഷികം ആചരിക്കാനും തദ്വാര ലോകത്തിലേറ്റവും ശ്രേഷ്ഠമായ മതം ക്രിസ്ത്യാനിറ്റിയാണെന്ന് സമർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം സ്ഥാപിച്ചത്. ഇവിടെയാണ് വലിയൊരു ചോദ്യം വരുന്നത്. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 400-ാം വാർഷികം ആചരിച്ചവർ എന്തുകൊണ്ട് 500-ാം വാർഷികം ആചരിച്ചില്ല? ഒറ്റ കാരണം വിവേകാനന്ദ സ്വാമിയാണ്. ഒരു സംശയമില്ല. അത് വലിയൊരു ആഘാതമായിരുന്നു. സെപ്റ്റംബർ 11 സെപ്റ്റംബർ 11-നേറ്റ ആഘാതത്തിൻ്റെ പരിണാമമാണ് അവർ 500-ാം വാർഷികം ആചരിക്കാതിരുന്നത്. ഒരു സംശയം പറയുന്നതിനില്ല. ഒരു സംശയം പറയുന്നതിന് ഈ പറഞ്ഞതിൻ്റെ സൂക്ഷ്മാർത്ഥം വിചാരം ചെയ്യുക. വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 400-ാം വാർഷികം സമാചരിച്ചവർ 500-ാം വാർഷികം സമാചരിച്ചില്ല. അതിന് കാരണം ആ സെപ്റ്റംബർ 11-നേറ്റ ആഘാതമായിരുന്നു. ആ സെപ്റ്റംബർ 11 എന്താ ആഘാതമേറ്റത്? 3.5 മിനിറ്റാണല്ലോ സ്വാമിജിക്ക് സംസാരിക്കാൻ അനുവാദം. അന്ന് വരെ അവിടെ കേൾക്കാത്ത ഹൃദയത്തിൽ നിന്നുള്ള ഭാഷ അവിടെ കേട്ടു. അതുവരെ മസ്തിഷ്കത്തിൽ നിന്നുള്ള ഭാഷകളായിരുന്നു. മസ്തിഷ്കത്തിൽ നിന്നുള്ള ഔപചാരികതയുടെ ഭാഷകളായിരുന്നു. ആ ഔപചാരികതകളുടെ ഭാഷകളിൽ നിന്ന് ഭിന്നമായി ഹൃദയത്തിൽ നിന്നുള്ള ഭാഷ അനുഭവിച്ചു. ആ 4000 പേര് മാത്രമല്ല, അവരിലൂടെ അമേരിക്കൻ മാധ്യമങ്ങളിലൂടെ അമേരിക്ക മുഴുവൻ അനുഭവിച്ചു ഹൃദയത്തിൻ്റെ ഭാഷ എന്താണ്. ആ ഹൃദയത്തിൻ്റെ ഭാഷ അവസാനിച്ചത് സങ്കുചിതവാദത്തിൻ്റെ ഈ സമ്മേളനം ആരംഭിക്കുന്നതിനായി മുഴങ്ങിയ ആരംഭമണി സങ്കുചിതവാദത്തിൻ്റെ അന്ത്യമണിയായി തീരട്ടെ എന്ന ആഹ്വാനമായിരുന്നു. വല്ലാത്തൊരു പ്രയോഗമാണത്. ഈ മരണം ഒരു എന്താ പറയേണ്ടത്, ഇടവകയിൽ മരണം സംഭവിച്ചാൽ അവിടുത്തെ അംഗങ്ങളെ മരണം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പള്ളിയിൽ പ്രത്യേക രീതിയിൽ മരണമണി മുഴക്കുന്നത്. ഇപ്പം സങ്കുചിതവാദത്തിൻ്റെ മരണമണിയായിട്ട് ഇത് മുഴങ്ങട്ടെ എന്ന് അവസാനിപ്പിച്ചെങ്കിൽ എന്താണ് അതിലേക്കുള്ള രാജപാത എന്ന് സ്വാമിജി പറഞ്ഞു ശിവമഹിംന സ്തോത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പോകുന്ന നദികൾക്കെല്ലാം ഒരു സമുദ്രം പ്രാപ്യസ്ഥാനമാകുന്നത് പോലെ വ്യത്യസ്തങ്ങളായ മതങ്ങൾക്കും ചിന്താധാരകൾക്കും പ്രാപ്യനായ ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്.
അതുകൊണ്ട് മതപരിവർത്തനത്തിന് സ്ഥാനമില്ല, മതകലഹങ്ങൾക്ക് സ്ഥാനമില്ല എന്ന ഭാരതത്തിൻ്റെ വേദാന്തത്തിൻ്റെ സുനിശ്ചിതമായ ചിന്തയെ അവിടെ അവതരിപ്പിച്ചു. എന്തായിരുന്നു പരിണാമം? സ്വാമിജിയെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു അവർ. അവിടെയാണ് സ്വാമിജിയുടെ കൗശലം എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ കൗശലം. സ്വാമിജി ചെയ്ത ഏറ്റവും ചെറിയ പ്രസംഗമായിരുന്നു ക്ഷണിക്കപ്പെട്ട് ചെയ്ത പ്രസംഗം. വൈ വി ഡിസഗ്രി. അവിടെ സ്വാമിജി അവതരിപ്പിച്ചു വലിയ കടലിലെ തവള. ആള് വലുതാ. അവൻ കണ്ടുമുട്ടി കിണറിലെ തവളയെ, ചെറുതാ. തൻ്റെ അടുത്തേക്ക് വന്ന നല്ല പേശികളും നല്ല എടുപ്പുമുള്ള പുതിയ തവളയെ കണ്ടപ്പോൾ കിണറിലെ തവള ചോദിച്ചു, നീ ആരടാ? നീ എവിടുന്ന് വന്നു? ഞാൻ കടലിൽ നിന്ന് വരിക. കടലോ? അതെന്താ? അത് വലിയ ജലാശയമാണ്. നിന്റെ കോടാനുകോടി കിണറുകൾ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ളതാ. ഇത്ര വരുമോ എന്ന് ചോദിച്ച് മറ്റവനൊരു ചാട്ടം. അയ്യോ സഹോദര, ഇത്രയല്ല, ഇതിൻ്റെ കോടാനുകോടി ഇരട്ടിയ. കിണറിലാ കുറുകെ ചാടിയത്. എന്നിട്ടാ ചോദിച്ചാൽ കടൽ ഇത്രയും വരുമോ എന്ന്. തിരിച്ചു ചാടി. അവിടെ സ്വാമിജിയുടെ വളരെ ഈ ഭാഷയുടെ ഒരു കളിയുണ്ടല്ലോ, അത് നമുക്കവിടെ കാണാം. അവിടെ വലിയ ജിംനാസ്റ്റിക്സൊക്കെ ചെയ്യുന്നവരുടെ മസിലൊക്കെ പിടിച്ചുള്ള ചാട്ടമൊക്കെ സ്വാമിജി പറയുന്നുണ്ട്. ആ മുഴുവൻ വൈദഗ്ധ്യം ഉപയോഗിച്ചിട്ടാണ് കിണറിലെ തവള ചാടിയത്. പക്ഷെ എന്ത് ചാടിയിട്ടും കടലിലത്തെ തവള പറഞ്ഞു, ഇതല്ല കടലിൻ്റെ വലുപ്പം. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓരോ കിണറിലെ തവളകളാണ് എന്ന് പറഞ്ഞ് സ്വാമിജി നിർത്തിയപ്പോൾ ഏതായി കടലെന്നറിയാനുള്ള ആഗ്രഹം അവർക്കുണ്ടായി. അവിടെയാണ് സ്വാമിജിയുടെ മൂന്നാമത്തെ പ്രസംഗം, പേപ്പർ ഓൺ ഹിന്ദുയിസം. സുവ്യക്തമായി ഹിന്ദു ധർമ്മമാണ് ആ കടലെന്ന് കാണിച്ചു. സുവ്യക്തമായിട്ട് ആ കടൽ ഹിന്ദു ധർമ്മമാണ്. കിണറുകൾ ഏതാന്ന് പറഞ്ഞില്ല, പറയാതെ പറയപ്പെട്ടതായി. അറിയേണ്ടവരറിഞ്ഞു, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി. പിന്നീട് 3 പ്രസംഗം കൂടി സ്വാമിജി ചെയ്തു. ഒന്ന് അവസാനത്തെ ഉപസംഹാരമായിരുന്നു. അതോടുകൂടി ഒരു തരംഗമായ അമേരിക്കയിൽ ഏറ്റവും തിരക്കുള്ള പ്രഭാഷകനായി മിസ്റ്റർ കാനന്ദ മാറി. നോക്കണേ, ഇവിടെ ഏറ്റവും വലിയ സങ്കടം, വിവിധിഷാനന്ദ എന്നുള്ളത് അവർക്ക് പേരുച്ചരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാ മാറ്റിയത്. എന്നിട്ട് മാറ്റിയിട്ട് വല്ല ഗുണമുണ്ടായോ? നാം മിസ്റ്റർ ആനന്ദ എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. ഒരു മിസ്റ്റർ വി കാനന്ദ എന്നാണ്. ഒരു വലിയ വൈദ്യുതാഘാതം പോലെയാണ് സ്വാമിജിയുടെ പ്രവർത്തനം അവിടെ ഏറ്റെടുത്തത്. അത് സ്വാഭാവികമായി യൂറോപ്പിലുള്ള വഴിയൊരുക്കി. യൂറോപ്പിൽ സ്വാമിജി ചെന്ന് ബ്രിട്ടനിൽ പോയപ്പോൾ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഭാഷ മാറുന്നു. കുറച്ചുകൂടി തീവ്രമായ അടിമത്തത്തിൻ്റെ ആഴത്തിൽ കിടക്കേണ്ടി വന്നൊരു സമൂഹത്തിൻ്റെ മുഴുവൻ ആത്മരോഷം പ്രദർശിപ്പിക്കുന്ന ഭാഷയായി സ്വാമിജിയുടേത് മാറുകയാണ്. പെരുമാറ്റങ്ങളും അങ്ങനെയായി. അമേരിക്കയിലായപ്പോൾ വളരെ എന്താ പറയേണ്ടത്, മാനേഴ്സൊക്കെ വളരെ പാലിച്ചിരുന്ന സ്വാമിജി ബ്രിട്ടനിലെത്തിയപ്പോഴത്തേക്ക് ഷൂ അഴിക്കാണ്ടാണ് പോളിഷ് ചെയ്യിപ്പിക്കുന്നത്. അത്രയ്ക്കൊക്കെ വേണമെന്ന് നമുക്ക് തോന്നും. ഷൂ പോളിഷ് ചെയ്യുന്ന ആളെടുത്ത് ഷൂ അഴിച്ചിട്ട് കൊടുക്കുകയല്ല, കാലോടുകൂടി അവ വെച്ച് കൊടുത്തിട്ട് പോളിഷ് ചെയ്യിപ്പിക്കുകയാണ്. സ്റ്റേജിൽ ഒരിക്കലും സിഗരറ്റ് വലിക്കുക പതിവില്ലെങ്കിൽ സ്വാമിജി സിഗരറ്റ് വലിച്ച് ചാരം തട്ടുകയാണ്. ഇതൊക്കെ ചെയ്യുന്ന ഭാവങ്ങളെ നമ്മൾ ബ്രിട്ടനിലെ സ്വാമിജിയിൽ കണ്ടു. നല്ലപോലെ ചിന്തിക്കുക, കാലഘട്ടം ഓർമ്മിക്കുക. എന്തായിരുന്നു അവിടുന്ന് ഉദ്ദേശിച്ചത്? എന്ത് സന്ദേശമാണ് അതിലൂടെയൊക്കെ നൽകിയത്? ഏതായാലും ആ പ്രഭാഷണങ്ങൾ കേട്ടവർ, ബ്രിട്ടീഷുകാർ പറഞ്ഞു, മിഷണറിമാരെ പറഞ്ഞയക്കുന്നത് നിരർത്ഥകമാണ്. ഭാരതത്തെ സംബന്ധിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണ പരത്തുന്ന വാക്യങ്ങളായിരുന്നുവോ അവിടങ്ങളിൽ പ്രസരിപ്പിച്ചിരുന്നത് ഒന്നൊന്നായി തിരുത്തിയേ മതിയാവൂ എന്നുള്ള ബുദ്ധിയുണ്ടായി. അതേ സമയത്ത്
ആദരിക്കേണ്ടവരെ ആദരിച്ചു സ്വാമിജി കാണിച്ചു. മാക്സ് മുള്ളറെ അങ്ങോട്ട് പോയി കാണുന്ന സ്വാമിജിയെ നമുക്ക് കാണാം. മാക്സ് മുള്ളറെ മഹർഷി എന്ന് വിശേഷിപ്പിച്ച സ്വാമിജിയെ നമുക്ക് കാണാം. മിസ് മാർഗരറ്റ് നോബലിനെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഭാരതത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുടെയും വലിയൊരു ഒരു ഒരു നേതൃപരമായ പങ്ക് വഹിക്കും വിധം പാകപ്പെടുത്തിയിട്ടാണ് സ്വാമിജി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരാശയം സ്വാമിജി പുറത്തേക്ക് വിട്ടു. എപ്പോൾ? തിരിച്ചു വന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം. ഓരോ ഭാരതീയനും അവശ്യം പഠിച്ചിരിക്കേണ്ടുന്ന ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോഴ എല്ലാം പ്രസംഗിച്ച ശേഷം ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആശയം മറ്റൊന്നല്ല. ഞാൻ അമേരിക്കയിൽ നിന്ന് പഠിച്ചൊരു പാഠം നിങ്ങളോട് പറയാം. ഏതൊരു വിജയം ഉണ്ടാവണമെങ്കിലും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പ്രയോജനമില്ല. ലോകത്തിൻ്റെ ഏറ്റവും വിഭവസമ്പന്നമായ രാഷ്ട്രമാണ് ഭാരതം. ആയിരുന്നു, ആണ്. എന്നിട്ടും നമ്മൾ അടിമത്തത്തിൻ്റെ ആഴക്കയത്തിലേക്ക് എത്തി. എന്തുകൊണ്ട്? മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് യോജിക്കുന്ന മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, ഇത് തന്നെ സ്വാമിജി ആവർത്തിച്ചു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ അഭാവമാണ് നമുക്കുള്ളത്. അവിടുന്ന് ശ്രീരാമകൃഷ്ണ മിഷനും ശ്രീരാമകൃഷ്ണ മഠവും സ്ഥാപിക്കുന്നതിലേക്ക് നീങ്ങി. രണ്ടാമത് സ്വാമിജി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പണപ്പിരിവിനാ. വേറൊരു ഉദ്ദേശമില്ല. പരമാവധി പണം പിരിക്കാനാ. എന്തിനു വേണ്ടി? മഠസ്ഥാപനത്തിന്. മഠമോ രാഷ്ട്ര നിർമ്മാണത്തിന്. ഒരു സംശയമില്ലാതെ പറയാം. ഒന്നിനു പിറകെ ഒന്നായി പല സമ്പന്നരെയും പോയി കാണുന്ന സ്വാമിജിയെ നമുക്ക് കാണാം. എത്ര പൈസ കൊടുത്താലും തൃപ്തിയാവാണ്ട് പിന്നെയും ചോദിക്കുന്ന സ്വാമിജിയെ നമുക്ക് കാണാം. ചില സ്ഥലത്ത് ഒരു താങ്ക്സ് പോലും പറയാണ്ട് ഇറങ്ങിപ്പോരുന്ന സ്വാമിജിയെയും കാണാം. താങ്ക്സ് പറയേണ്ടത് ഞാനല്ലല്ലോ, അയാൾക്ക് അത്രയും വലിയ ദാനം ചെയ്യാൻ ചാൻസ് ഉണ്ടാക്കി കൊടുത്ത എന്നോട് ഇങ്ങോട്ടല്ലേ ഞാൻ താങ്ക്സ് പറയേണ്ടത് എന്നൊക്കെ. ഏതായാലും അത്ര ഉത്സാഹത്തോടു കൂടി രാമകൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ചു. അത് വലിയൊരു പരിവർത്തനത്തിൻ്റെ സമാരംഭമായിരുന്നു. കാരണം സ്വാമിജിയാൽ യുവസമൂഹമാണ് ആകർഷിക്കപ്പെട്ടത്. ആ യുവസമൂഹത്തിന് ശാസ്ത്രം പഠിക്കാനും സമൂഹ സേവ ഒരാശ്രയമായി, സ്ഥാനമായി ഓർഗനൈസേഷൻ. ഇവിടെ നമുക്ക് സ്വാമിജിയുടെ മറ്റൊരു മുഖം പരിചയപ്പെട്ടേ മതിയാവും. കുറേ ശിഷ്യന്മാരായി, അവർക്കുള്ള തത്വോപദേശങ്ങളായി, അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളായി, തങ്ങളുടെ ഗുരുനാഥൻ്റെ ഇത്രയും കാലം പൂജിച്ച് ആദരിച്ച് വെച്ച സ്മാരകങ്ങളായിരിക്കുന്നവ അത് പ്രതിഷ്ഠിക്കേണ്ടുന്നൊരു സ്ഥിതിവിശേഷം കൈവന്നു. വേലൂർ മഠം സ്ഥാപിക്കുകയാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ട്. ധാരധാരയായി കണ്ണീർ വാർത്തുകൊണ്ട് നെഞ്ചിലൂടെ കൊടവയറിലൂടെ ഒഴുകുന്ന കണ്ണുനീർ ചാലുകളോടുകൂടി ഭ്രാന്തനെ പോലെ തൻ്റെ ഗുരുനാഥൻ്റെ ആ ശരീരാവശിഷ്ടങ്ങൾ ശിരസിൽ വെച്ച് വരുന്ന വിവേകാനന്ദ സ്വാമികളെ നമുക്ക് കാണാം. ശരിക്കും മദ്യപിച്ച് ലാക്ക് കെട്ടവനെ പോലെ ശിരസിൽ ആ കുംഭങ്ങളെ എടുത്തുകൊണ്ടുവരുന്ന വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹമാണോ ഈ വേദാന്ത കേസരി? ചിന്തിക്കുക. അതാണ് മറ്റൊരു മുഖം പരിചയപ്പെട്ടേ മതിയാവൂ എന്ന് പറഞ്ഞത്. പ്രതിഷ്ഠിച്ചു, ആരാധന ആരംഭിച്ചു, നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി.
ആ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഇന്നും ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുന്നത്. അതാ വലിയ പകർച്ചവ്യാധി, പ്ലേഗ്, മരിച്ചു വീഴുന്നു ജനങ്ങൾ. ശവസംസ്കാരം പോലും ചെയ്യപ്പെടാതെ കിടക്കുന്ന ശവശരീരങ്ങൾ, ഇനിയും മരിക്കാത്തവർ പെടഞ്ഞുകൊണ്ട്, തിരിഞ്ഞു നോക്കാൻ ഒരാളില്ല. പ്ലേഗല്ലേ, ഭയമല്ലേ, പകർച്ചവ്യാധിയല്ലേ. തൻ്റെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്, നമുക്ക് സേവനത്തിന് ഇറങ്ങണം. ഈശ്വരൻ്റെ പ്രതിരൂപമാണ്. ഈശ്വരൻ സ്വയം പ്രതിഷ്ഠിച്ചത് മനുഷ്യ ശരീരത്തിലാണ്. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. ദേവാലയത്തിൽ തന്ത്രിയാണ് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ അതിനേക്കാൾ ശക്തി ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് തന്നെയാണ്. ഭഗവാൻ സ്വയം പ്രതിഷ്ഠിച്ചതായത്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ സേവ എത്തേണ്ടത്. പക്ഷെ വലിയ പ്രശ്നം പണമായിരുന്നു. സേവനത്തിന് പണം വേണം, പണമില്ല. എന്ത് ചെയ്യും? അവിടെയാണ് സ്വാമിജിയുടെ മറ്റൊരു മുഖം നമ്മൾ പരിചയപ്പെടേണ്ടത്. സ്വാമിജി പറയുന്നു, മഠം വിൽക്കാൻ നമുക്ക്. അത് വലിയ ഞെട്ടലായിരുന്നു മറ്റുള്ളവർക്ക്. മഠം വിൽക്കാനോ? നമ്മുടെ ഗുരുദേവൻ്റെ സങ്കല്പം പ്രതിഷ്ഠിച്ചിട്ടുള്ള മഠം വിൽക്കാനോ? സ്വാമിജി പൊട്ടിത്തെറിച്ചു. എൻ്റെ ചോരയും നീരും കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ ഉത്സാഹമുണ്ടെങ്കിൽ ഇതാ വിൽക്കണം, കഷ്ടപ്പെടുന്ന നാരായണന്മാരെ സേവിക്കാൻ വേണ്ടിയിട്ട്. അന്ന് സ്വാമിജി വല്ലാതെ ക്ഷോഭിച്ചു. ആർക്കും സ്വാമിജിയുടെ അടുത്തേക്ക് അടുക്കാൻ പോലും ധൈര്യമില്ല. താൻ ഒറ്റയ്ക്കൊരു മുറിയിൽ പോയി പാട്ടുപാടി ശ്രീരാമകൃഷ്ണ കീർത്തനങ്ങൾ പാടി അങ്ങനെ കഴിയുക. ആ സമയത്ത് അതാ 2 സേട്ടുമാർ വരുന്നു. അവർ സേവയ്ക്കുള്ള മുഴുവൻ പൈസയും വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ആ പ്ലേഗ് കാലഘട്ടത്തിൽ വലിയൊരു സേവന പ്രവർത്തനം അവിടെ ആരംഭിച്ചു. അതിനു മുമ്പ് തന്നെ തൻ്റെ പരിവ്രജന കാലത്ത് മരണം പ്രതീക്ഷിച്ച് കാശിയിൽ കിടക്കുന്നവരെ, ആതുരരെ ഒരു പന്തൽ കെട്ടി അവിടത്തേക്ക് കൊണ്ടുവന്ന് സേവിക്കുന്ന പ്രവർത്തനം ചെയ്യാൻ യുവസമൂഹത്തെ പ്രേരിപ്പിച്ചിരുന്നു സ്വാമിജി. ആ പ്രവർത്തനമാണ് ഇന്ന് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ വലിയ സേവാ ഹോസ്പിറ്റലായിട്ട് കാശിയിലുള്ളത്. ആ പ്രവർത്തനമാണ്. എന്താ പരിണാമം ഉണ്ടായി എന്നറിയോ? പരമ്പരാഗത സന്യാസിമാർ ഇവരെ തോട്ടി സന്യാസിമാരെന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം സന്യാസം ഇതല്ല. സന്യാസം അഹം ബ്രഹ്മാസ്മി, തത്വമസി ഇത്യാദി മഹാവാക്യങ്ങളെ വിചാരം ചെയ്തുകൊണ്ട് കഴിയൽ മാത്രമാണ്. സേവനമൊന്നും അവിടെ ഇല്ല. അപ്പം സേവനം ചെയ്യുന്നവരെ തോട്ടി സന്യാസിമാരെന്ന് വിളിക്കാൻ തുടങ്ങി. അവിടെയാണ് ഏതൊരു മഹാപുരുഷൻ്റെ സാന്നിധ്യമാണോ പരിവ്രജന കാലത്ത് തനിക്ക് ഏറ്റവും വലിയ പ്രകാശം നൽകിയത്, ആ ധനരാജഗിരി സ്വാമികൾ, കൈലാസാശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന ധനരാജഗിരി സ്വാമികൾ, ഏതൊരു മഹാപുരുഷൻ്റെ അടുത്തു നിന്നാണോ സന്യാസത്തിൻ്റെ ശാസ്ത്രീയമായ വിധാനം മുഴുവൻ താൻ മനസ്സിലാക്കിയത്, അത് എഴുതിയെടുക്കാൻ തൻ്റെ ഗുരുഭായിമാരെ താൻ ചുമതലപ്പെടുത്തിയത് അഭേദാനന്ദ സ്വാമികളെയും അഖണ്ഡാനന്ദ സ്വാമികളെയും. ഏതിനനുസരിച്ചാണോ താൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൽ സന്യാസദീക്ഷ കൊടുക്കാൻ താൻ നിശ്ചയിച്ചത്, അതേ സ്ഥാനത്തിൻ്റെ മഠാധിപതി ഉത്തരഭാരതത്തിൽ എല്ലാ സന്യാസിമാരും അങ്ങേയറ്റം ആദരിക്കുന്ന ധനരാജഗിരി സ്വാമികൾ സന്യാസ സഭയിൽ പറഞ്ഞു, നമ്മളങ്ങനെ പറയരുത്, അവർ ഈശ്വര സേവയാണ് ചെയ്യുന്നത്. പുരുഷയേവ ഇദം വിശ്വം ആത്മൈവേദം സർവം ബ്രഹ്മൈവേദം സർവം തുടങ്ങിയ ശ്രുതികളുടെ നിരൂപണം ചെയ്തുകൊണ്ട്, വിഷ്ടഭ്യാഹമിതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത് തുടങ്ങിയ സ്മൃതിവാക്യങ്ങളുടെ നിരൂപണം ചെയ്തുകൊണ്ട് സേവാപ്രവർത്തനം അവശ്യം കർത്തവ്യമാണെന്ന് സ്ഥാപിച്ചു. ആ ഇടപെടലിന് ശേഷമാണ്
ഇപ്രകാരമുള്ള വാദങ്ങളെയൊക്കെ മറ്റു സന്യാസിമാരൊക്കെ മാറ്റി ആദരിക്കാൻ തുടങ്ങിയത്. വാസ്തവത്തിൽ അത് ഭാരതത്തിൻ്റെ നവമായ ഒരു സമുത്ഥാനത്തിൻ്റെ വിശിഷ്ടമായ സന്ദർഭമായിരുന്നു. അതിനുശേഷമാണ് സന്യാസിമാർ സേവാ മേഖലകളിലേക്കും ശാസ്ത്ര പ്രചരണത്തിലേക്കൊക്കെ വീണ്ടും ഇറങ്ങുന്നത്. ചിന്തിക്കുക. ഏതായാലും ആ ജീവിതത്തിൽ സ്വാഭാവികമായി പുഷ്പത്തിനരികെ നെറുന്തേനുള്ളിടത്തേക്ക് തേനീച്ചകൾ വരുമെന്ന കണക്ക് അനേകം ശിഷ്യന്മാർ വന്നു. അവർക്കെല്ലാം പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ചെയ്തു. ആ പ്രസ്ഥാനത്തിൻ്റെ നൈരന്തര്യം ഉറപ്പുവരുത്തിയുമൊക്കെ കാലം കഴിച്ചുകൂട്ടി. ഈ കഠിനമായ പ്രയത്നങ്ങൾ ദേഹത്തിനേൽപ്പിച്ച ക്ഷതി കുറച്ചൊന്നും ആയിരുന്നില്ല. വയസ്സേറെയൊന്നും ആയിട്ടില്ല. പക്ഷേ അതിമാരകമായ വിധത്തിൽ ആസ്തുമ രോഗം അതിനകം പിടിപെട്ടിരുന്നു. ആ രോഗത്തോട് മല്ലടിക്കുമ്പോഴും, ആസ്തമയോട് മല്ലടിക്കുമ്പോഴും തൻ്റെ തത്വോപദേശം ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ അന്തരാത്മാവിനെ തട്ടി ഉണർത്താൻ വേണ്ടതൊക്കെ ചെയ്തു. ഒക്കെ 1902 ജൂലൈ 3 ധാരാളം ജോലിക്കാരുണ്ട് ആശ്രമത്തിൽ. അവർക്കെല്ലാം സ്വാമിജി സ്വന്തം കൈകൊണ്ട് ഭക്ഷണം എല്ലാം വിളമ്പിക്കൊടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കാൻ പുറപ്പെടുകയാണ്. ശിഷ്യന്മാർ ഗുരുനാഥൻ്റെ കാലല്ലേ കഴുകേണ്ടത്? അതെ, ഇന്നിങ്ങനെയാണ്. യേശുവും ഇത് ചെയ്തിരുന്നു. അത് അവസാന നാളിന് ആണല്ലോ, ഇതും അങ്ങനെ കൂട്ടണം. ജൂലൈ 4 സ്ഥൂല ശരീരം ശാന്തമാവുകയാണ്. പാട്ടുപാടി പാടി കീർത്തനങ്ങൾ പാടി 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 അങ്ങനെ കീർത്തനങ്ങളിൽ വിലയിച്ചുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, ആ വേദാന്ത കേസരി തന്നെയാണ് ഈ പരാഭക്തനും. ഈ പരാഭക്തൻ തന്നെയാണ് സമാജത്തിന് വേണ്ടി സർവവും ഉപേക്ഷിക്കാൻ തയ്യാറായ ത്യാഗി ശ്രേഷ്ഠനും. അതേ ആൾ തന്നെയാണ് കർമ്മയോഗത്തിൻ്റെ സമൂർത്തഭാവം നമുക്ക് മുമ്പിൽ കാണിച്ചതും. ഇതൊക്കെ കാണുമ്പോൾ എന്താ സ്വാമിജി, നമുക്ക് ഉത്തരം കിട്ടില്ല. എന്താണെന്ന് ഉത്തരം കിട്ടില്ല. എന്താണോ അതിനപ്പുറത്ത് നമ്മൾ വലിയൊരു വേദാന്ത കേസരിയായിട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ദി ലയൺ ഓഫ് വേദാന്ത എന്നൊക്കെ പറയാറുണ്ട് സ്വാമിജിയെക്കുറിച്ച്. അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ പരാഭക്തനെ കാണുന്നത്. മനസ്സിലാവില്ല. ഒരു സന്ദർഭം മാത്രം പറഞ്ഞ് ഉപസംഹരിക്കാം. നേരത്തെ പറഞ്ഞു, വേലൂർ മഠം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഗുരുദേവനെക്കുറിച്ച് കീർത്തനങ്ങൾ ചൊല്ലി ധാരധാരയായി കണ്ണീർ വാർത്ത് ആടിയൊലഞ്ഞ് വരുന്ന ആ വിവേകാനന്ദ സ്വാമികളുടെ ചിത്രം നേരത്തെ പറഞ്ഞു. എന്നാൽ മറ്റൊരു ചിത്രം പറയട്ടെ. സ്വാമിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഹിമാലയത്തിൽ അൽമോറ. അൽമോറയിലൊരു ആശ്രമമാണെന്ന് സ്വാമിജി ആഗ്രഹിച്ചു. സ്വാമിജിയുടെ ഭക്തന്മാർ പണിതുയർത്തി. ഉദ്ഘാടനത്തിന് സ്വാമിജി ചെല്ലുകയാണ്. സ്വാമിജിയുടെ ഗുരുഭക്തി പ്രസിദ്ധമാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞത് ഹിമാലയത്തിൽ അദ്വൈതാശ്രമമാണ് വേണ്ടതെന്നാണ്. ആദ്യമേ നാമകരണം ചെയ്തിട്ടുണ്ട്, സ്ഥാപിക്കുന്നതിന് മുമ്പേ നാമകരണം ചെയ്തിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ സുമനോഹരമായി ശ്രീരാമകൃഷ്ണദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ. സ്വാമിജി അകത്തേക്ക് കാല് വെച്ചില്ല. ഇക്കളവൻ ഇവിടെ എന്ത് കാര്യം? അയ്യോ, അത് ഗുരുദേവൻ്റെ ചിത്രമല്ലേ, എടുത്ത് മാറ്റ്. ഈ 80 കഴിഞ്ഞവനെ, 80 കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ. 50 വയസ്സ് വരെ ശ്രീരാമകൃഷ്ണദേവൻ ശരീരത്തിൽ ഇരുന്നിട്ടുള്ളൂ. 1836 മുതൽ 86 വരെയുള്ള കാലം. പക്ഷെ ചോദിച്ചത് ഇതാ, ഈ 80 കഴിഞ്ഞ കിളവൻ ഇവിടെ എന്ത് കാര്യം? എടുത്ത് മാറ്റണം ആ ഫോട്ടോ. ഇത് അദ്വൈതാശ്രമമാണ്. അദ്വൈതാശ്രമത്തിൽ മൂർത്തി പൂജ വേണ്ട. എടുത്ത് മാറ്റിയിട്ടാണ് സ്വാമിജി കടന്നു കയറിയത്. എന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് രണ്ടും ഒരാളാണോ? ഭാരതത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി അങ്ങേയറ്റം തീവ്രമായി പ്രസംഗിക്കുന്ന സ്വാമിജിയും സർവ്വലോകത്തെയും ഒന്നായി ഉപദേശിക്കുന്ന സ്വാമിജിയും. ചിന്തിക്കുക. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും ശ്രദ്ധയോടുകൂടി സ്വാമിജിയെ ഒന്ന് പഠിക്കുക. ആദ്യം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ,
നിർബന്ധമായിട്ട്. രണ്ടാമതായിട്ട് ഒരു ഗ്രന്ഥസമാഹാരമുണ്ട്, സ്വാമിജി ഇൻ ദി വെസ്റ്റ് ന്യൂ ഡിസ്കവറീസ്. 6 വോളിയുണ്ട്. എത്ര കഷ്ടപ്പെട്ട് എന്തെല്ലാം ത്യാഗം അനുഭവിച്ചാണ് അവിടെ പ്രവർത്തിച്ചതെന്നുള്ളതിൻ്റെ ഒരു രേഖാചിത്രം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ സ്വാമിജിയുടെ ജീവചരിത്രം പലരും രേഖപ്പെടുത്തിയതുണ്ട്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഡിസൈപ്പിൾസിൻ്റെ ലേഖനങ്ങളുടെ സമാഹാരമുണ്ട്. മലയാളത്തിൽ ഹൃദ്യസുന്ദരമായ ഭാഷയിൽ സിദ്ധിനാഥാനന്ദ സ്വാമികളുടെ ഗ്രന്ഥമുണ്ട്. സ്വയം ഒന്ന് പരിചയപ്പെടുക, എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ബിംബം പ്രതിഷ്ഠിക്കുക. അങ്ങനെ പ്രതിഷ്ഠിതമായാൽ മാത്രമേ നമുക്ക് ഹൃദയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് പകർന്നു നൽകാൻ കഴിയൂ. അനിവാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു നൽകണം ഈ ജ്വലിക്കുന്ന യുവബിംബത്തെ. അവിടെ കണ്ണ് കുഴിപ്പോയ വ്യാസനെ കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ കൊടുക്കേണ്ടത് പുല്ലാരവിന്ദായത പത്രനേത്രനായ വ്യാസനെയാണ്. അവിടെ കൊടുക്കേണ്ടത് ഊർജ്ജസ്വലനായ വിവേകാനന്ദ സ്വാമിയെയാണ്. അവിടെ കൊടുക്കേണ്ടത് യുവത്വത്തിൻ്റെ നിത്യപ്രതീകമായ ശങ്കരാചാര്യ സ്വാമികളെയാണ്. ഇത്തരം ബിംബങ്ങളെ നമുക്ക് കൊടുക്കാമോ? ഒരു സംശയമില്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, യുവസമ്പത്ത്, അത് ഭാരതത്തെ സമ്പന്നമാക്കും, ലോകത്തെ സമ്പന്നമാക്കും. ഇല്ലേ? നമ്മുടെ ദുരവസ്ഥ ചെറുതല്ല. വിദ്യാഭ്യാസം നേടി ഇവിടെ നിന്ന്, അടിവരയിട്ട് പറയട്ടെ, ഇവിടെ നിന്ന് ഭാരതത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഭാരതത്തിൻ്റെ ചെലവിൽ പഠിച്ച് വലുതായി ഒരു പദവിയിലെത്തുമ്പോഴത്തേക്കൊക്കെ ചേക്കേറുക. കാനഡയിൽ അവിടെ പൗരത്വം എടുത്തു, അമേരിക്കയിൽ അവിടെ പൗരത്വം എടുത്തു, ഓസ്ട്രേലിയയിൽ അവിടെ പൗരത്വം എടുത്തു, ന്യൂസിലാൻഡിൽ അവിടെ പൗരത്വം എടുത്തു. ലോകം മുഴുവൻ ഒന്നൊക്കെ തന്നെയാണ്, വിരോധമില്ല. പക്ഷെ ഈ ബ്രെയിൻ ഡ്രെയിൻ, ഈ ബൗദ്ധിക സമ്പത്തിൻ്റെ ചോർച്ച ഭാരതത്തിന് താങ്ങാൻ കഴിയാത്തതാണ്. മക്കൾ പഠിച്ച് വലുതായി എക്സ്പെർട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ എക്സ്പെർട്ടീസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ ചിന്ത അയാളെ എക്സ്പോർട്ട് ചെയ്യണമെന്നാണ്. വല്ലാത്തൊരു ചിന്ത. എന്താ പറ്റണത് നമുക്ക്? ഈ പറഞ്ഞതുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ പോകണ്ടെന്ന് പറഞ്ഞില്ല. പോയിക്കൊള്ളൂ, അവിടുന്ന് സമ്പാദിക്കൂ, പണം ഇങ്ങോട്ട് അയക്കൂ. കാരണം നമ്മെ വളർത്തി വലുതാക്കിയത് ഈ ഭാരതാംബയാണ്. അത് വിസ്മരിച്ചുകൂടാ. വലിയൊരു ഖേദകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, ഖേദകരമായ കാഴ്ച. അതുകൊണ്ട് ഈ ഭാരതത്തെ എല്ലാ അർത്ഥത്തിലും സമൃദ്ധവും സമ്പന്നവുമാക്കാൻ എൻ്റെ കർത്തവ്യമുണ്ട്, എനിക്ക് കർത്തവ്യമുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ ഇത്തരം ബിംബങ്ങൾ ചെറുപ്പത്തിലേ അകത്ത് പ്രവേശിപ്പിക്കണം. നമുക്ക് വിശ്വപൗരനാവാം, തീർച്ചയായിട്ടും വിശ്വപൗരനാവണം. പക്ഷേ ആദ്യം രാഷ്ട്രത്തിലെ പൗരനായിട്ട്, ആദ്യം രാഷ്ട്രത്തിലെ പൗരൻ, എന്നിട്ട് നമുക്ക് വിശ്വപൗരനാവാം. ഈ രണ്ടും സ്വാമിജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഇന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചിട്ട് നിർത്തണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സ്വാമിജി കയറി വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു.